സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ജഹസ്താമലകം ച ശിഷ്യം തം തൊടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാം ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞാം സർവശാസ്ത്രവിശാരദ ഏതൽകഥാപ്രകാശേന മദജ്ഞാനം വിനാശയാം. വന്ദേ നന്ദൗ വ്രജസ്ത്രീണാം പാദരേണുമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. ദേഹേന്ദ്രിയമനോബുദ്ധി പ്രകൃതിപ്യോ വിലക്ഷണം ദേഹേന്ദ്രിയമനോബുദ്ധിപ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ശ്രീകൃഷ്ണശരണം സമസ്തജഗതാം കൃഷ്ണം വിനാ കാഗരി. കൃഷ്ണേന പ്രതിഹന്യതേ കലിമലം കൃഷ്ണായ കാര്യം നമാം. കൃഷ്ണാൽത്രസ്യതി കാലഭീമഭുജഗം കൃഷ്ണസ്യ സർവം വശേ. കൃഷ്ണേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ ഭോ കൃഷ്ണ ത്വം ഏവ ആശ്രയാം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഭഗവാൻ തൻ്റെ പ്രകൃതിയുടെ 3 ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് 3 അവതാരമെടുത്തു. സത്വഗുണത്തിലൂടെ വിഷ്ണുവായും രജോ ഗുണത്തിലൂടെ ബ്രഹ്മാവായും തമോ ഗുണം കൊണ്ട് രുദ്രനായും. ഏകനായ ആ പരമാത്മ ഭഗവാൻ തന്നെ ഇപ്രകാരം പ്രകൃതിയുടെ 3 ഗുണങ്ങളോട് കൂടി ചേർന്ന് ഒരു നടൻ 3 വേഷം കെട്ടിക്കളിക്കും പോലെ, സ്റ്റേജിൽ അരങ്ങത്ത് കളിക്കും പോലെ ഈ പ്രപഞ്ച നാടകശാലയിൽ ഒരേ ഒരു പരമാത്മ നടൻ വേഷം കെട്ടിക്കളിക്കുന്നതാണ് ത്രിമൂർത്തികൾ. വാസ്തവത്തിൽ ഭഗവാൻ നടനാണ്. നടൻ എന്നല്ല പറഞ്ഞാൽ പോരാ, ഭഗവാനെ നടവരൻ എന്നാണ് പറയണത്. നട്വർ എന്നാണ് കൃഷ്ണൻ്റെ പേരെന്താ? കൃഷ്ണൻ നട്വർ. വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠനായ നടൻ എന്നർത്ഥം. ശിവനെ കുറിച്ച് പറയുന്നത് എന്താ? നടരാജൻ അല്ലേ? കിങ് ഓഫ് ഓൾ ആക്ടേഴ്സ്, നടരാജൻ ശിവഭഗവാൻ. കൃഷ്ണനാണെങ്കിലോ ഏറ്റവും ശ്രേഷ്ഠനായ ബെസ്റ്റ് എമംഗ് ഓൾ ആക്ടേഴ്സ്, ബെസ്റ്റ് ആക്ടറാ. അപ്പോൾ ആ ഭഗവാൻ പിന്നെ അനേകം വേഷങ്ങൾ കെട്ടി അഭിനയിക്കും. അതാണ് ഭഗവാന്റെ പിന്നീടുള്ള അവതാരങ്ങൾ എന്നർത്ഥം. പക്ഷേ ഈ ഗുണങ്ങളുടെ അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച് ഉപാധിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട്
നമ്മൾ ഓരോരുത്തരും മോക്ഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെയാണ് ഭജിക്കേണ്ടത്? സാത്വികമൂർത്തികളെയോ രാജസമൂർത്തികളെയോ താമസമൂർത്തികളെയോ? എന്തുകൊണ്ട് രാജസ താമസമൂർത്തികളെ ഭജിച്ചുകൂടാ? സാത്വികമൂർത്തികളെ വേണം ഭജിക്കാൻ. ആര്? മോക്ഷം ആഗ്രഹിക്കുന്നവര്. സംസാര മോചനമാണ്, പരമസത്യ സാക്ഷാത്കാരമാണ്. ജീവസ്യ തത്വജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ജീവിക്കണതിൻ്റെ ലക്ഷ്യം സത്യം സാക്ഷാത്കരിക്കലാണ്. ആ സത്യമാണ് പരമാത്മ ഭഗവാൻ കൃഷ്ണൻ. ആ ഭഗവാനാണ് നമ്മുടെയൊക്കെ ആത്മാവ്, നമ്മുടെയൊക്കെ സ്വസ്വരൂപം. ആ സത്യത്തിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ജീവന് ആത്യന്തികമായ ജനന മരണ സംസാര പ്രവാഹത്തിൽ നിന്ന് മോചനമുള്ളൂ, കൃതാർത്ഥതയുള്ളൂ, ജീവിത ധന്യതയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് അതാഗ്രഹിക്കുന്നവർ മനസ്സിൽ സത്വഗുണം വളർത്താൻ ശ്രമിക്കണം. തമോ ഗുണത്തിൽ മോക്ഷവാർത്ത പോലുമില്ല. രജോ ഗുണത്തിൽ കുറച്ച് കർമ്മത്തിൽ താല്പര്യം ഉണ്ടാവും, ശ്രദ്ധയുണ്ടാവും. പക്ഷേ സത്വഗുണം വളർന്നാൽ മാത്രമേ നമ്മുടെ മനസ്സ് ശുദ്ധമായി ആ ആത്മസ്വരൂപം സാക്ഷാത്കരിക്കാൻ പാകപ്പെടുള്ളൂ, അന്തർമുഖമാകുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് മഹർഷിമാർ പണ്ട് മുതൽ തന്നെ സത്വഗുണം വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് സത്വപ്രധാനിയായ വിഷ്ണുവിനെ ഭജിച്ചു. അഥവാ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും സാത്വികമായിട്ടുള്ളതായ മൂർത്തികളെ, അവതാരങ്ങളെ ഭജിച്ചുകൊണ്ടിരിക്കണം എന്നർത്ഥം. പിന്നീട് പറഞ്ഞു, വേദങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും തപസ്സും ധർമ്മവും ഒക്കെ മനഃശുദ്ധിക്ക് വേണ്ടി, ഭഗവാനെ കിട്ടാൻ വേണ്ടി, വാസുദേവനാണ്, നാരായണനാണ്, ഈശ്വരനാണ് സമസ്തവും എന്ന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ് അർത്ഥം. അങ്ങനെയുള്ള ഭഗവാൻ തന്നെയാണ് നിർഗുണനും നിരാകാരനുമായിരിക്കുന്ന പരമാത്മ ഭഗവാൻ വാസുദേവൻ നാരായണൻ തന്നെ ഈ കാണപ്പെടുന്ന സ്ഥൂല പ്രപഞ്ചമായിട്ടും ജഗത്തായിട്ടും ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കാരണസ്വരൂപനായ ഭഗവാൻ കാര്യമായ മായയെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചാകൃതിയിൽ വിളങ്ങിക്കൊണ്ടിരിക്കണു. പിന്നീട് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ശരീരങ്ങളിലും ആ ഭഗവാൻ തന്നെ പ്രവേശിച്ച് അന്തര്യാമിയായി അവയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നർത്ഥം. ഓരോ ശരീരങ്ങളും വാസ്തവത്തിൽ ഭഗവാന്റെ തന്നെ. ഓരോ ശരീരത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ജീവനാരാ? വാസ്തവത്തിൽ അതും ഭഗവാൻ തന്നെ. പക്ഷെ ഭഗവാനപ്പോൾ ആ ശരീരാദികളോട് സംബന്ധമുണ്ടോ? സംബന്ധമില്ല. ഭഗവാൻ അതിനോട് മമതയില്ല എന്നർത്ഥം. പിന്നീട് ഈ ലോകത്തിൽ കാണുന്ന പല പല ശരീരങ്ങൾ, ദേവശരീരം, മനുഷ്യശരീരം, മൃഗശരീരം എന്നിങ്ങനെ അനേക തരത്തിലുള്ളതായ ഉപാധികളുണ്ടല്ലോ. ഇതെല്ലാം കൈക്കൊണ്ട് അതിലൊക്കെ പ്രവേശിച്ച് ഈ ഉപാധികളുടെ ഉച്ചനീചത്വനുസരിച്ച് ജീവരൂപനായിട്ട് ശ്രേഷ്ഠനായും നികൃഷ്ടനായും ഒക്കെ വ്യവഹാരത്തിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാരാണ്? ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞർത്ഥം. പിന്നീട് പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നുള്ള പഞ്ചഭൂതങ്ങളാണ്. അതുപോലെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ മനസ്സ്, ഇതാണ് 16 തത്വങ്ങൾ അഥവാ 16 കലകൾ. ഇവ കൊണ്ട് സൃഷ്ടിച്ച ആണ് ഈ കാണുന്ന ലോകത്തിലെ എല്ലാ ശരീരങ്ങളിലും. ആ ശരീരങ്ങളിലൊക്കെ അന്തര്യാമിയായിരുന്നുകൊണ്ട് വെളിയിലുള്ള ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധ ആദികളാവുന്ന വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ ഭഗവാൻ തന്നെ, പരമാത്മാവായ ഭഗവാൻ തന്നെ എന്നർത്ഥം. അങ്ങനെ ഈ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ ആഗ്രഹിച്ച ഭഗവാൻ, ലോകസൃഷ്ടിയെ ഇച്ഛിച്ച ഭഗവാൻ തന്നെ സകല വിഭാഗങ്ങളിലും, ദേവവിഭാഗത്തിലും മനുഷ്യരുടെ വിഭാഗത്തിലും മൃഗങ്ങളുടെ വിഭാഗത്തിലും പല സ്വരൂപങ്ങളിൽ രൂപം അവതരിച്ച് സത്വഗുണം കൊണ്ട് ഈ ലോകത്തെ പരിപാലിച്ചു കൊണ്ടുമിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് 2ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇപ്പം 2ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇപ്പം എവിടെയാണ് ഭഗവാനെ കൂടാതെ ഞാനും നിങ്ങളും വന്നത് എന്നാണ്. ഉണ്ടോ? ഇല്ല. ഭഗവാൻ ഏകൻ തന്നെ തൻ്റെ ശക്തിയായ ത്രിഗുണാത്മികയായ മായയിലൂടെ പ്രപഞ്ച സൃഷ്ടിയാദികൾക്ക് വേണ്ടി ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായി ഈ 3 സൃഷ്ടിസ്ഥിതി പാലം നടത്തിക്കൊണ്ടിരിക്കണം. ആ ഭഗവാൻ തന്നെയാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. ആ ഭഗവാൻ ഉണ്ടായ പഞ്ചഭൂതങ്ങളിൽ തന്നെയാണ് ഇന്ദ്രിയങ്ങളുണ്ടായത്, മനസ്സുണ്ടായത്, അന്ധക്കരണം ഉണ്ടായത്. ആ ഭഗവാൻ തന്നെയാണ്
ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ ജഗത്തിനെ സൃഷ്ടിച്ച് ആ ജഗത്തിലൊക്കെ അന്തര്യാമിയായി ജീവരൂപേണ ഇരുന്ന് ബാഹ്യ വിഷയങ്ങളെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനെ മാറ്റി നിർത്തിയാൽ ജഗത്തുണ്ടോ? ഭഗവാൻ തന്നെയല്ലേ ജഗത്തിൻ്റെ രൂപത്തിരിക്കുന്നത്. ഭഗവാനെ മാറ്റി നിർത്തിയാൽ ഈ ജഗത്തിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജീവനുണ്ടോ? ജീവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ദേഹാദികളെ ഞാനെന്നും എൻ്റെയെന്ന് അഭിമാനിച്ചുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പേരാണ് ജീവൻ. ദ ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വബോധം. അപ്പോൾ ജീവനുണ്ടോ? ഇല്ല. ഈശ്വരന് വേറിട്ടിട്ട് ജഗത്തോ, ഈശ്വരന് വേറിട്ടിട്ട് ജീവനോ ഉണ്ടോ ശരിക്കും? ഇത് ചിന്താവിഷയം. ഇതാണ് തത്വശാസ്ത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അർത്ഥം. 3 കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പഠനമുള്ളൂ, ചർച്ചയുള്ളൂ, അന്വേഷണമുള്ളൂ. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. കാരണം ആർക്കാണ് ദുഃഖം? ദുഃഖമുള്ള ആളാണ് ഇതൊക്കെ അന്വേഷിക്കണം അല്ലേ? ദുഃഖം ആർക്കും ഇഷ്ടമില്ല, സുഖം വേണം. ആർക്കാണ് സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നത്? എനിക്കെന്ന് പറഞ്ഞാലോ ഈ ദേഹാദികളിലും മനസ്സിലുമൊക്കെ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ഞാൻ, ആള്, ജീവൻ. അതിന് ജീവൻ എന്ന് പേര്. ആരാണ് ഈ ജീവന്റെ സുഖദുഃഖങ്ങൾക്ക് കാരണക്കാരെന്നാണ് ഈ ജീവൻ വിചാരിക്കുന്നത്? വെച്ചാൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ഈ ലോകമാണെന്നാണ്. ലോകത്തിൽ നിന്നാണ് എനിക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാവണമെന്നല്ലേ? അപ്പോൾ എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണമായി ഞാൻ കാണുന്ന ഈ ലോകമുണ്ട്. അപ്പോൾ ജീവനുമായി ജഗത്തുമായി. ഇനിയിപ്പോൾ ഈ ജീവനും ജഗത്തിനും ആരെ കാരണം? എന്നിട്ട് ആര് സൃഷ്ടിച്ചു? അങ്ങനെ അന്വേഷിച്ച് പോവാണ് ഈശ്വരനിലേക്ക്. കാരണം ഈശ്വരൻ നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. ജഗത്തിനെയാണ് നമ്മൾ കാണുന്നത്, അറിയുന്നത്. അതുകൊണ്ടാണ് ജന്മാദ്യസേത, ഈ കാണുന്ന ലോകത്തിലൂടെ ഇതൊക്കെ ആരുണ്ടാക്കി, എവിടെ നിന്നുണ്ടായി, ഇതെങ്ങനെ നിലനിൽക്കുന്നു എന്ന് അന്വേഷണം പോകുന്നത്. അങ്ങനെ അന്വേഷിച്ചെത്തി ഈശ്വരനാണ്. ആ ഈശ്വരൻ വേറിട്ടിട്ട് ഈ ജഗത്തിനൊരു കാരണമില്ല. സാധാരണ നിമിത്ത കാരണവും ഉപാദാന കാരണവും 2 കാരണം ഈ ലോക സൃഷ്ടിയിലുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ? മണ്ണും വേണം, മൺപാത്രക്കാരനും വേണം, പശുവിനും വേണം മണ്ണ് പാത്രമാവണമെങ്കിൽ. ഇതുമാതിരി ഈ ലോകത്തിൻ്റെ ഉപാദാന കാരണം ആരാണ്? എന്താണ്? അപ്പോൾ പശുവൻ മണ്ണുകൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഉപാദാന കാരണം മണ്ണാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണമോ പഞ്ചഭൂതങ്ങളാണ് അല്ലേ? അതെ. ഈ പഞ്ചഭൂതങ്ങൾ എവിടുന്ന് അല്ലേ? ഏതസ്മാത് ആത്മനഃ ആകാശാത് വായു, ആകാശത്തു നിന്നാണ് പിന്നീട് വായു ഉണ്ടാവുന്നത്. വായോരഗ്നി, വായുവിൽ നിന്നാണ് അഗ്നി, അഗ്നേരാപഹ, അഗ്നിയിൽ നിന്ന് ജലം, അഭ്യത് പൃഥിവി, ജലത്തിൽ നിന്ന് പൃഥിവി, പൃഥിവ്യാം ഓഷധയ, പൃഥിവിയിൽ നിന്ന് നാനാതരത്തിലുള്ള സസ്യലതാദികളൊക്കെ ഉണ്ടാവും, വ്രീഹിയവാദികളൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് പുരുഷൻ, ജീവൻ ഉണ്ടാവും, വ്യക്തികളുണ്ടാവണം അല്ലേ? ഓരോ വർഗത്തിലും. അപ്പോൾ സോഴ്സ് അതാണ് പരമാത്മ ഭഗവാൻ അല്ലേ? ഇനി മണ്ണ് പാത്രമാവണമെങ്കിൽ മണ്ണ് മാത്രം പോരാ, ഉപാദാന കാരണം മാത്രം പോരാ, അതിന് നിമിത്ത കാരണം വേണം. അതുണ്ടാക്കാൻ അറിവും അതിനുള്ള സാമർഥ്യവും ഒക്കെ ഉള്ള ആൾ വേണം. അതാണ് കുശവൻ. അതിനെയാണ് നമ്മൾ നിമിത്ത കാരണം എന്ന് മനസ്സിലാക്കിയത്, അഥവാ മനസ്സിലാക്കേണ്ടത്. മുമ്പൊരിക്കൽ ചർച്ച ചെയ്താണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിമിത്ത കാരണം ആരായിരിക്കും? ഉപാദാന കാരണം നമുക്ക് മനസ്സിലാക്കാം, പഞ്ചഭൂതങ്ങളാണ്, അത് ഭഗവാൻ ഉണ്ടായി. പക്ഷേ നിമിത്ത കാരണം ആരായിരിക്കും? നിമിത്ത കാരണം സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ തന്നെ. എന്തുകൊണ്ട് അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും, അങ്ങനെ അംഗീകരിക്കേണ്ടി വരും. ഈശ്വരനല്ല എന്ന് വന്നാൽ, ഈശ്വരൻ കാരണം മാത്രമാണെന്ന് വന്നാൽ മറ്റേ കാരണത്തെ ഉണ്ടാക്കിയ ആളെ വേറെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? ഈശ്വരൻ നിമിത്ത കാരണമാണ്, ഉപാദാനം അല്ലെന്ന് വന്നാൽ ഈശ്വരൻ ആരാണ് പഞ്ചഭൂതങ്ങളെ കൊടുത്തത്? ആ പഞ്ചഭൂത സൃഷ്ടി നടത്തി വേറൊരു ഈശ്വരനെ അംഗീകരിക്കേണ്ടി വരില്ലേ? അപ്പോൾ അനേകം ഈശ്വരന്മാരാവും, ഒന്നിലേറെ ഈശ്വരന്മാരാവില്ലേ? അത് യുക്തിക്ക് നിരക്കുന്നതല്ല, ശാസ്ത്രത്തിനും നിരക്കുന്നതല്ല. അതുകൊണ്ട് ഈശ്വരൻ തന്നെ പ്രപഞ്ചത്തിൻ്റെ നിമിത്ത കാരണവും ഉപാദാന കാരണവും. അങ്ങനെയാണെങ്കിൽ ആ പ്രപഞ്ചം സൃഷ്ടി എങ്ങനെയുള്ളതാവും? വാസ്തവത്തിൽ ആ പരമാത്മ ഭഗവാൻ എന്ന് വേറിട്ടിട്ടൊരു സൃഷ്ടി ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. പരമാത്മ തന്നെ, മൺപാത്രം തന്നെ കുടരൂപത്തിലിരിക്കണ പോലെ, സ്വർണം തന്നെ പണ്ടങ്ങളുടെ ആകൃതിയിലും പേരിലും അറിയപ്പെടുന്നത് പോലെ, നൂല് തന്നെ വിവിധ വസ്ത്രങ്ങളുടെ രൂപത്തിലും വിവിധ പേരുകളിലും അറിയപ്പെടുന്നത് പോലെ, പരമാത്മ തന്നെ ജഗത്താകാരേണ വിവിധമായ നാമരൂപാത്മകമായ ജഗത്തായിട്ട് വിളങ്ങുന്നു, പ്രകാശിക്കുന്നു,
പ്രകടമാകുന്നു, കാണപ്പെടുന്നു, അറിയപ്പെടുന്നു എന്ന് ചുരുക്കം. അപ്പോൾ വാസ്തവത്തിൽ മൂന്നുണ്ടോ? ജീവൻ വേറെ, ഈശ്വരന് വേറിട്ടൊരു ജീവനുണ്ടോ? ഈശ്വരന് വേറിട്ട് ജഗത്ത് ഉണ്ടോ? ഇല്ല. അതെല്ലാം ആരാണ്? ഇതെപ്പോഴാണ് അറിയണത്? ഇത് ഈ ജീവൻ ഈ അന്വേഷണം നടത്തി ഇതിന് കാരണഭൂതനായ ഈശ്വരനെ സ്വന്തം ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുമ്പോൾ, പറഞ്ഞില്ലേ, ഈശ്വരഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായിട്ട് തൻ്റെ ഹൃദയത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മനി ഈശ്വരേ ദൃഷ്ടേ സതി, എപ്പോൾ ഈശ്വരനെ സ്വന്തം ഹൃദയത്തിൽ സ്വന്തം ആത്മാവായി സാക്ഷാത്കരിക്കുമോ അപ്പോഴാണ് സ്വപ്നത്തിൽ നിന്ന് ഒരാൾ ഉണരുമ്പോൾ സ്വപ്നത്തിൽ കാണുന്ന ലോകം, ജഗത്ത്, സ്വപ്ന ജഗത്ത്, സ്വപ്നം കണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ച ആ സ്വപ്നാഭിമാനി ജീവൻ അല്ലേ, അതിന് രണ്ടിനും കാരണമായതാരാ? ഉണർന്നിരുന്നവൻ്റെ മനസ്സ് അല്ലേ? അതെപ്പോഴാണ് ബോധിക്കുക? സ്വപ്നം കാണുമ്പോഴാണോ? സ്വപ്നം കാണുമ്പോൾ ബോധിക്കാൻ പറ്റില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന നിമിഷം ബോധ്യമാവൂലേ? അതെ. അപ്പോൾ സ്വപ്ന ജഗത്തിൻ്റെ ഈശ്വരൻ ആരാണ്? സൃഷ്ടാവ് അവനവൻ തന്നെയാണെന്ന് മനസ്സിലാവും അല്ലേ? ഇതുമാതിരി തൻ്റെ ഹൃദയത്തിൽ സാക്ഷിരൂപേണ പ്രകാശിക്കുന്ന ഈശ്വരനിൽ പരമപ്രേമം വളർത്തി അന്യദൃശ്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധയെ പിൻവാങ്ങി ആ ആത്മസ്വരൂപനിൽ മനസ്സിൽ ലയിച്ച് ഏകീഭവിച്ചൊന്നായി ആ സത്യസാക്ഷാത്കാരം കൈവരിക്കുമ്പോൾ മനസ്സിലാകുന്നു ഇവിടെ പലതും ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെയാണ് ഋഷിമാര് ഇത് ബോധ്യപ്പെട്ടിട്ട് വിളിച്ചു പറഞ്ഞത് പുരുഷ ഏവ ഇതകും സർവം. ഇതൊക്കെ ആ പുരുഷനാണ്, പൂർണ്ണനായ പരമാത്മ തന്നെ, ഭഗവാൻ തന്നെ. വാസുദേവ സർവമിതി, ഇവിടെ എല്ലാം കാണുന്നതൊക്കെ വാസുദേവനാകുന്നു. സർവം വിഷ്ണുമയം ജഗത്, എല്ലാം വിഷ്ണുവാകുന്നു. ഈശാവാസ്യമിതം സർവം, എല്ലാം ഈശ്വരനാൽ വ്യാപിച്ച് നിറഞ്ഞിരിക്കുകയാവുന്നു. സർവം ഖലു ഇതം ബ്രഹ്മ, ഇതെല്ലാം ആ പരിപൂർണ പരബ്രഹ്മവസ്തു തന്നെ ആകുന്നു. ഇതൊക്കെ ആ സാക്ഷാത്കാരം നേടിയ മഹാന്മാരുടെ അനുഭവത്തെ പല പല വാക്കുകളിലൂടെ പ്രകടമാക്കിയിരിക്കണം അർത്ഥം. അപ്പം സൃഷ്ടാവും സൃഷ്ടിയും സൃഷ്ടിക്കാനുള്ള സാമഗ്രികളൊക്കെ വേറെ വേറെയാണോ ആണെന്നാണ് അജ്ഞാനാവസ്ഥയിൽ നമുക്ക് തോന്നണത് അല്ലേ? പക്ഷേ ജ്ഞാന അനുഭൂതിയിലോ, വിജ്ഞാനമായി തീരുമ്പോഴോ സൃഷ്ടാവും നീയേ, സൃഷ്ടിയും നീയേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയേ. നോക്കൂ, ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇതാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. ഭാഗവതം എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായത്? ഇവിടെ പല വസ്തു ഇല്ല, വസ്തു ഒന്നേ ഉള്ളൂ, പലതായി കാണുന്നൊക്കെ ആ ഒന്നിൻ്റെ തന്നെ വിജൃംഭണമാണ് എന്ന് ബോധിപ്പിക്കാനാ. ആ പലതിൽ ഒന്നിനെ കാണാനാ, നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കാനാണ്. അവളെ നമ്മുടെ ഭയം നീങ്ങുള്ളൂ, അവളെ ദുഃഖം നീങ്ങുള്ളൂ. സർവവേദാന്ത സാരം യത് ബ്രഹ്മ ആത്മ ഏകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യ ഏകപ്രയോജനം എന്നാണ് ഭാഗവതം പറയണത്. എന്താ? സർവവേദാന്ത ശാസ്ത്രങ്ങളുടെയും അധ്യാത്മശാസ്ത്രങ്ങളുടെയും സാരമാണ് ഭാഗവതം. എല്ലാ അധ്യാത്മശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഇവിടെ പലതില്ല അനേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ അല്പം പോലും പലതില്ല. പിന്നെയോ ഏകമേവ അദ്വിതീയം വസ്തു, ഏകവും അദ്വിതീയവുമായ പരമാത്മ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബ്രഹ്മ ആത്മ ഏകത്വ ലക്ഷണം, ആ പ്രപഞ്ചകാരനായ പരമാത്മ പരബ്രഹ്മ വസ്തു തന്നെയാണ് ഓരോ ശരീരങ്ങളിലും ആത്മരൂപേണ പ്രകാശിക്കുന്നത്. വാസ്തവത്തിൽ അത് ശരീര മനോബുദ്ധികളാൽ പരിമിതനല്ല, അത് പരിപൂർണനാണ് എന്നാണ്. വസ്തു അദ്വിതീയം, ദ്വിതീയം ച രണ്ടാമത്, അദ്വിതീയം ചാലോ രണ്ടില്ലാത്ത ഒന്ന് എന്നർത്ഥം. രണ്ടിൽ സാധ്യതയില്ലേ അവിടെ? ഒന്ന് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതിൽ ഒന്ന് എന്ന് തെറ്റിദ്ധരിക്കും മനുഷ്യൻ നാനാത്വമാണ് സത്യമായി വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പലത് കാണണ്ട, അതിലേതെങ്കിലും ഒരു വസ്തുവാകും വിചാരിക്കും. അതല്ല എന്ന് കാണിക്കാനാണ്, അത് മാത്രമേ ഉള്ളൂ എന്ന് ബോധിപ്പിക്കാനാണ് അദ്വിതീയം, നോൺ ഡുവൽ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ. രണ്ടില്ലാത്ത ഒന്നെന്ന് വേണം മലയാളത്തിൽ പറയാൻ. രണ്ടില്ല അവിടെ, ഒന്ന് മാത്രം. ആ ഒന്നിനെ തന്നെ രണ്ടായി പലതായി കാണാം. ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബലമുണ്ടാവതല്ല മമാന്ന് എഴുത്തച്ഛൻ പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പോൾ അദ്വിതീയം വസ്തു, ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. തന്നിഷ്ഠം, അത് വെറുതെ ബുദ്ധിപരമായി അറിഞ്ഞാൽ പോരാ, അതിൽ മനസ്സുറയ്ക്കണം. മനസ്സതിൽ ഒന്നായി ഉറയ്ക്കണം. ആ നിഷ്ഠ, ബ്രഹ്മനിഷ്ഠ, ആത്മനിഷ്ഠ,
സ്ഥിതപ്രജ്ഞത്വം അത് കൈവരണം തം. അപ്പം എന്താ പ്രയോജനം? കൈവല്യം, മോക്ഷമാണ്, മുക്തിയാണ് ഇതിൻ്റെ പ്രയോജനം. അത് സാധിക്കണമെങ്കിൽ ഇവിടെ പലത് സത്യമായി വിചാരിച്ചാൽ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ തന്നെ ഭാഗവതം 17,000 ശ്ലോകം പഠിച്ചിട്ടല്ലാന്ന്. മനസ്സിലായില്ലേ? 7 ദിവസം മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്നാം അധ്യായത്തിൽ ശ്ലോകങ്ങളാണ്, ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ സാമാന്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു, സിദ്ധാന്തം പറഞ്ഞു. അതിൻ്റെ സമാപനത്തിൽ തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയാം. അതിനാണിത് പറയണത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവം കെയർഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമെന്നർത്ഥം. ഇനി ബ്രഹ്മോപദേശത്തിൽ പരീക്ഷത്തിനോട് പറയണത് എന്താ? പരീക്ഷത്തെ, അങ്ങ് ജനിച്ചുവെന്നും ഇനി മരിക്കുമെന്നും ഇനി പുനർജനിക്കുമെന്നും ഉള്ള വിചാരം അങ്ങേക്കുണ്ടോ എന്നാണ്. ഉണ്ടാവും. എങ്ങനെയാണെങ്കിൽ ജീവനാണെന്ന് വിചാരിച്ചാൽ, ദേഹാദികളോട് കൂടിയവനാണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഉണ്ടാവില്ലേ? പാമ്പ് വന്ന് അങ്ങേ കടിക്കും, എന്നിട്ട് അങ്ങ് മരിക്കും എന്നങ്ങ് വിചാരമുണ്ടോ? ഇല്ല. മാത്രമല്ല, കടിക്കാൻ വരുന്ന തക്ഷകനെയും കടിക്കപ്പെടുന്ന അങ്ങയുടെ ഈ ദേഹത്തെയും ഈ വിശ്വത്തെയും ആത്മസ്വരൂപനായ ഭഗവാനെന്ന് വേറിട്ടങ്ങ് കാണുന്നുണ്ടോ? ഇല്ല എന്നാ പറഞ്ഞ ഗുരു. കടിക്കാൻ വരെ തക്ഷകനും ആ ഭഗവത് സ്വരൂപം, ഭഗവാൻ അതായത് ആ തക്ഷകന്റെ രൂപത്തിൽ വരണു, ഭഗവാൻ തന്നെ ഇവിടെ പരീക്ഷത്തിന്റെ രൂപത്തിലിരിക്കണു, ഭഗവാൻ തന്നെ പ്രപഞ്ച രൂപത്തിലിരിക്കണു. അങ്ങനെ വന്നാൽ പിന്നെ എവിടെ ഭയം? ഇതെനിക്ക് ബോധ്യപ്പെട്ടുവോ? ഇതാ. അപ്പോൾ ശിഷ്യൻ പറഞ്ഞതെന്താ? അങ്ങനെക്ക് ആ അദ്വിതീയമായ പരമാത്മവസ്തുവിനെ ബോധ്യപ്പെടുത്തുന്നു കഴിഞ്ഞു. ഞാൻ മരിക്കില്ല, ഞാൻ ജനനമരണങ്ങളില്ലാത്തവനാണ്, ധന്യോസ്മി കൃതകൃത്യോസ്മി എന്നൊക്കെ പരീക്ഷത്ത് പറഞ്ഞു. അപ്പം ഇതൊക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത്? ഇവിടെ ഭാഗവതം സൃഷ്ടിയെക്കുറിച്ച് പറയണത്, അഥവാ നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങൾ എവിടെ എടുത്താലും സൃഷ്ടിയെക്കുറിച്ച് പറയണത് നാനാത്വത്തെ സത്യമായി ഉറപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ പലതല്ലേ? അതെ. അപ്പം വൈവിധ്യമാർന്ന ജഗത്തിനെക്കുറിച്ച് എന്തിനു പഠിക്കാൻ ആരംഭിക്കുന്നതാണെങ്കിലോ, ഈ വൈവിധ്യങ്ങൾക്കൊക്കെ പുറകിൽ വൈവിധ്യങ്ങളില്ലാത്ത ഏകമായ ഒരു പരമ്പൊരുളുണ്ട്. ആ പരമ്പൊരുളിനെ അറിയാൻ, അനുഭവിക്കാൻ, സാക്ഷാത്കരിക്കാൻ, അതിനെ ചൂണ്ടിക്കാണിക്കാനാണ്. ഇത് വ്യക്തമാവണം. ആ സത്യത്തെ നമുക്കിന്ന് അറിയില്ല. നമുക്കറിയുന്നത് ഇന്ദ്രിയ പ്രത്യക്ഷമായ ജഗത്ത് മാത്രമാണ്. ആ ജഗത്തിനെ അങ്ങനെ കണ്ടാൽ, സത്യബുദ്ധിയോടെ കണ്ടാൽ അത് ശരിയല്ല, അത് ഭ്രമദൃഷ്ടിയാണ്, പരമാർത്ഥമല്ല. അത് പരമാർത്ഥം എന്താ? പരമ്പൊരുളാണ് അതാത് രൂപത്തിലിരിക്കണമെന്ന ഈ സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഇതാണ് രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ് ഉറപ്പിച്ചത്. ഇനി മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ പലതരത്തിലുള്ള അവതാരങ്ങളെക്കുറിച്ച് ചോദിച്ചുല്ലോ. അവതാരങ്ങളൊക്കെ പറഞ്ഞു തരണം, വിസ്തരിച്ചും പറഞ്ഞു തരണം എന്ന് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് പറയണു. അപ്പോൾ ആദ്യം തന്നെ ഈ അവതാരങ്ങളൊക്കെ ആരാ കൈക്കൊള്ളുന്നത്? അവതാരങ്ങളൊക്കെ എവിടെ നിന്നുണ്ടാവണു? നിർഗുണനും നിരാകാരനുമായിരിക്കുന്ന പരബ്രഹ്മത്തിൽ അവതാരമൊന്നുമില്ല. മനസ്സിലായില്ലേ? പരബ്രഹ്മത്തിന് അവതാരത്തിൻ്റെ ആവശ്യമില്ല. കാരണം പരബ്രഹ്മത്തിൽ ജഗത്തില്ലല്ലോ, അവിടെ പ്രപഞ്ചമില്ല, ഒന്നുമില്ല. പിന്നെ എന്താ? പിന്നെ എവിടുന്ന ഈശ്വര അവതാരം ഉണ്ടാവുന്നത്? ആ പരമാത്മ തന്നെ തൻ്റെ മായയോടുകൂടി ചേർന്ന് ഈ പ്രപഞ്ചമായി പ്രകടമാകും. ആ പ്രപഞ്ചത്തിലാണ് അനേക അവതാരങ്ങൾ ഉണ്ടാവുന്നത്. പ്രപഞ്ചരൂപിയായ ഭഗവാനാണ് അവതാരം എടുക്കുന്നത്. ആ പ്രപഞ്ചരൂപിയായിരിക്കുന്ന ഭഗവാനെയാണ് നാരായണൻ എന്ന് പറയണത്. മനസ്സിലായില്ലേ? അതാണ് ഇനി മൂന്നാമത്തെ അധ്യായത്തിൽ പറയാൻ പോണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാചാം. നിങ്ങൾ വായിക്കണ്ട, ഞാൻ വായിക്കാം. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹതാദിഭിഃ സംഭൂതം ഷോഡശകലം ആദൗ ലോകസുസൃക്ഷയാം. ആദിയില് ലോകസുരക്ഷയാ, ഈ ലോകത്തെ സൃഷ്ടിക്കാൻ ഇച്ഛിച്ച സമയത്ത് ഭഗവാൻ ആദ്യമായിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഈശ്വരൻ മഹതാദിഭിഹി, മഹത്തത്വം മുതലായതിൽ നിന്ന് സംഭൂതം ഉണ്ടായതും ഷോഡശകലം 16 അംശങ്ങളോട് കൂടിയതുമായ പൗരുഷം രൂപം പുരുഷാവതാരത്തെ ജഗൃഹേ സ്വീകരിച്ചു. ചുരുക്കത്തിൽ ഭഗവാൻ പൗരുഷം രൂപം ജഗൃഹേ,
ഭഗവാൻ പൗരുഷരൂപത്തെ സ്വീകരിച്ചു. ഭഗവാന്റെ പുരുഷാവതാരത്തെ ആദ്യം പറയാം. എന്താ ഈ പുരുഷാവതാരം? അതാണ് ഇവിടെ പറഞ്ഞത്. 16 ഷോഡശകലാപുരുഷൻ എന്നാണ് പറയാം. 16 അംശങ്ങളോടുകൂടി ആ പരമാത്മ ഭഗവാൻ കൈക്കൊണ്ട രൂപമാണ് ആദ്യ സൃഷ്ടി. മഹതാദിവി എന്ന് പറഞ്ഞാൽ എന്താ? മായയിൽ നിന്ന് മഹത്തത്വം, പിന്നെ അഹങ്കാരതത്വം, പിന്നെ അതിൽ നിന്നുണ്ടായതാണ് പഞ്ചതന്മാത്രകൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതൊക്കെ. ഇതിനെയാണ് 16 കല എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾ, ആകാശാദി 5 ഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 3, 15. ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത മനസ്സ്. ഇത്രയും ചേർന്നാൽ 16ആയി. ഈ 16 ഘടകങ്ങളോട് കൂടി ചേർന്ന് ഭഗവാൻ കൈക്കൊണ്ട അവതാരമാണ് പുരുഷ അവതാരം. ആ പുരുഷ അവതാരം തന്നെ വിരാട് പുരുഷൻ എന്നും പറയും, വിരാട് എന്നും പറയും. അപ്പൊ വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകനായ പരമാത്മാ 16 കലകളോടുകൂടി പ്രപഞ്ചാകാരേണ വിരാജിക്കുന്നതാണ്. വിരാട് എന്ന വാക്കിനർത്ഥം വിവിധം രാജതേ ഇതി വിരാട്. ഒരർത്ഥം, പല അർത്ഥമുണ്ട്. ഒരർത്ഥം ഒന്ന് തന്നെ പലതായിട്ട് പല വൈവിധ്യമാർന്ന നാമരൂപങ്ങളോടുകൂടി പ്രകാശിക്കുന്നത്, പ്രകടമാവുന്നത്, അതിൻ്റെ പേരാണ് വിരാട് എന്ന്. വിശേഷേണ രാജതേ അങ്ങനെയും പറയാം. വിശേഷ രൂപത്തിൽ, വൺ ഇൻ മെനി, അത് വിശേഷമായിട്ട് പ്രകാശിക്കുക, അല്ലേ? ആ ഒന്ന് പലതായിരിക്കുക. അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 16 ഘടകങ്ങളാണ്. അതുകൊണ്ട് ഷോഡശകലാപുരുഷൻ എന്നാണ് ഉപനിഷത്തുക്കളിൽ ഈ വിരാട് പുരുഷനെ പറയണത്. ഈ ഷോഡശകല എന്ന് പറഞ്ഞാൽ 16 കല. ഏതൊക്കെയാണത്? 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ആകാശാദി 5 ഭൂതങ്ങൾ, 15 പിന്നെ മനസ്സ്. ഇത്രയാണ് അർത്ഥം. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? അതിൽ താഴെയുള്ള ലോകത്ത് പാതാള ലോകം മുതൽ മേലോട്ട് സത്യലോകം വരെയുണ്ട്. 14 ലോക ആകാരേണ ഭഗവാൻ തന്നെ പ്രപഞ്ചാകാരേണ പ്രകടമായി. ഇതാണ് ആദ്യാവതാരം. ഇതെന്താ മനസ്സിലാക്കേണ്ടത്? വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ഈ ലോകം ആരാണ്? ഈശ്വരൻ്റെ ശരീരമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരം, നമ്മളിപ്പോൾ കാണുന്ന ഈ ശരീരം. പിന്നെ ഈ ശരീരം മാത്രമേ പറയും, ഈ ശരീരത്തിൽ ചൈതന്യം വേണം, വേണ്ടേ? ജീവനും വേണം, ശരിയല്ലേ? ഇതുമാതിരി ഈശ്വരൻ്റെ ശരീരം ഏതാ? നിർഗുണനും നിരാകാരനുമായ ഈശ്വരനെ കാണാൻ കഴിയില്ല. ആ ഭഗവാൻ എടുത്ത ആ ഭഗവാന്റെ സഗുണമായ രൂപം ഈ പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചം ഈശ്വര ശരീരമാണ് എന്നും, ആ ഓരോ ശരീരത്തിലും, ലോകമാകുന്ന ശരീരത്തിൽ വിളങ്ങുന്ന ആ ചൈതന്യം, പുരുഷൻ, ആത്മാവ് ഈശ്വരനാണെന്നും കാണിച്ചു. ഇതാണ് ഇതിൻ്റെ പോയിന്റ്. പുരുഷൻ എന്ന വാക്കിന് എന്തർത്ഥം? 2 അർത്ഥം. ഒന്ന്, പൂർണ്ണത്വാത് പുരുഷ, പുരിശയനാത് വാ പുരുഷ. ഈ ശരീരത്തെ ഒരു പുരിയോട് ഉപമിക്കാം. പുരിച്ചാലോ വലിയ കൊട്ടാന്നോ അല്ലെങ്കിൽ കൊട്ടാരം എന്നൊക്കെ പറയാം. ഈ ശരീരം ഒരു കൊട്ടാരത്തിന് തുല്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ശരീരത്തിൽ 9 ഗേറ്റുകളുണ്ട്. വലിയ വലിയ കോട്ടകളൊക്കെ ഉണ്ടാവും, അല്ലേ? രാജാവിൻ്റെ വലിയ പാലസിന് ചുറ്റും, അല്ലേ? 9 കോട്ടകളുണ്ട്, 9 ദ്വാരങ്ങളുണ്ട് ശരീരത്തിന്. അതെ. ഈ പുരിയിൽ നവദ്വാരേ പുരേ ദേഹേ നൈവ കുറുവൻ ന കാരയെന്നൊക്കെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ശരീരത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. 9 ദ്വാരങ്ങൾ ഈ ശരീരത്തിനുള്ളതിനെ 9 കോട്ടവാതിലുകളായിട്ട് കണക്കാക്കി. അതിൻ്റെ ഉള്ളിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടൊക്കെ തനിക്ക് വേണ്ടി വിഷയങ്ങളെ ഗ്രഹിക്കുക മുതലായ പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ രാജാവ് തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് ഓരോരോ പണികൾ എടുപ്പിക്കില്ലേ, തന്നെ സേവിപ്പിക്കില്ലേ, ഇതുപോലെ ഉള്ളിൽ ഈ ശരീരത്തിൽ വർത്തിക്കുന്ന ചൈതന്യം, ആത്മാവ്, പുരുഷൻ. അപ്പോൾ ഈ പുരിയിൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം, ഈ ശരീരത്തിലാണ് ഇരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെതായ പരിമിതി ആ ചൈതന്യ ആത്മാവിനുണ്ടാവില്ലേ? ഉണ്ടാവില്ല എന്ന് കാണിക്കാനാണ് പൂർണ്ണത്വാത് പുരുഷ എന്ന് പറഞ്ഞത്. പൂർണ്ണനാണ്, പരിപൂർണനാണ് പരമാത്മ ഭഗവാൻ, സർവവ്യാപിയാണ്.
സർവവ്യാപിയായ അതേ ഭഗവാൻ തന്നെയാണ്. ഒരേ സൂര്യൻ, ആകാശത്തിലെ സൂര്യൻ അനേക ജലപാത്രങ്ങളിൽ അനേക സൂര്യനായി കാണാറില്ലേ? അനേക പാത്രങ്ങളിലായതുകൊണ്ട് സൂര്യന് കുറവ് വന്നോ? ഒന്നും കൊണ്ടിട്ടില്ല. ഇതുപോലെ ഒരേ പരമാത്മ തന്നെ എല്ലാ ശരീരങ്ങളിലും ആത്മാവായിട്ടിരിക്കണു മാത്രം. അപ്പം ഇങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ അവതാരത്തെ പുരുഷ അവതാരം, വിരാട് പുരുഷൻ എന്ന് പറയുന്നു. യസ്യാം പ്രതിശയാനസ്യാം യോഗനിദ്രാം വിതന്വതഃ നാഭി ഹൃദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാമ്പതിഃ. ഈ ഭഗവാൻ, ഈ വിരാട് പുരുഷൻ ഉണ്ടാവണതിന് മുമ്പ് എല്ലായിടത്തും ജലം മാത്രമാണ്. അങ്ങനെ സർവത്ര ജലമയമായിരിക്കുന്ന ആ അവസ്ഥയിൽ അതിനെ കാരണജലം എന്ന് പറഞ്ഞു. അതിലാണ് ഈ വിരാട് പുരുഷൻ ഉണ്ടായത്. അങ്ങനെയുള്ള വിരാട് പുരുഷൻ അംബസി ജലത്തിൽ ശയാനസ്യ കിടക്കുന്നവനും യോഗനിദ്രാം വിധന്വതഃ, യോഗനിദ്രയാണ് ഭഗവാന്റെ ഉറക്കം. നമ്മുടെ ഉറക്കം പോലെ സമാധിയാണ്. ആത്മസ്വരൂപത്തിൽ സദാ ഓർമ്മയോടുകൂടി ഇരിക്കുക. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ ആദിയിലുണ്ടായ ആദിപുരുഷൻ ആ കാരണജലത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാരണജലത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുന്ന യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരയുണ്ടായി. ആ താമരയിൽ നിന്നാണ് ആ ലോകസൃഷ്ടി ചെയ്ത ആദ്യത്തെ പ്രജാപതിയാവുന്ന ബ്രഹ്മാവ് ഉണ്ടായത്. ആ ബ്രഹ്മാവിൽ നിന്നാണ് പിന്നീട് പ്രജാസൃഷ്ടി നടത്തുന്ന മരീചിയാദികളാവുന്ന എല്ലാവരും ഉണ്ടായെന്നർത്ഥം. ഇവിടെ ഈ ശ്ലോകത്തിൽ യോഗനിദ്രയെ പ്രാപിച്ചിരിക്കുന്ന ആ വിരാട് പുരുഷന്റെ നാഭിയിൽ നിന്ന് താമരയുണ്ടായി. ആ താമരയിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവിൽ നിന്ന് പിന്നീട് ലോക സൃഷ്ടി നടത്തുന്ന പ്രജാപതികളൊക്കെ ഉണ്ടായി എന്നർത്ഥം. യസ്യാവയവ സംസ്ഥാനൈഃ കൽപ്പിതോ ലോകവിസ്തരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം. ആ ഭഗവാന്റെ വിരാട് പുരുഷൻ, ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ വിരാട് പുരുഷന്റെ അവയവങ്ങളെ കൊണ്ട് 14 ഭുവനങ്ങളുണ്ടായി. അഥവാ ആ ഭഗവാന്റെ ശരീരത്തിൽ 14 ഭുവനങ്ങൾ കൽപ്പിക്കപ്പെട്ടു. 14 ലോകങ്ങൾ. 14 ലോകം പറയില്ലേ? ഈ 14 ലോകം എന്താണ്? ഭഗവാന്റെ ശരീരം. നമ്മുടെ പാദം മുതൽ ശിരസ് വരെ ഉള്ള പോലെ ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെ വ്യാപിച്ചു നിൽക്കുകയാണ് ഈ 14 ലോകങ്ങൾ എന്നർത്ഥം. പക്ഷേ ആ ഭഗവാന്റെ ശരീരം നമ്മുടെ ശരീരം പോലെയാണോ? നമ്മുടെയൊക്കെ ശരീരം ഉണ്ടായ തമോ ഗുണത്തിൽ നിന്നാണ്. ഇതല്ല, സത്വമൂർജിതം വിശുദ്ധം. ഭഗവാന്റെ ഈ രൂപം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും സമ്പർക്കമില്ലാത്ത പരിശുദ്ധമായ സത്വഗുണം മാത്രമാണെന്നർത്ഥം. ഇപ്പം ഇതുവരെ പറഞ്ഞതാണ് ആ പരമാത്മ ഭഗവാൻ 16 കലകളോടുകൂടി ഈ പ്രപഞ്ചാകാരേണ പ്രകടമായി. ഇതാണ് ഭഗവാന്റെ ആദ്യത്തെ അവതാരം വിരാട് പുരുഷൻ. ഈ വിരാട് പുരുഷൻ തന്നെ ആദിനാരായണെന്നും പറയും. എന്തുകൊണ്ട് നാരായണൻ എന്ന് പറഞ്ഞു? ആ വിരാട് പുരുഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് അവിടെ വെള്ളം മാത്രമാണ്. സൃഷ്ടിക്കുമ്പോൾ പ്രളയമാണല്ലോ. ആ പ്രളയജലമാണ്. ആ ജലത്തിൽ ശയിച്ചതുകൊണ്ട് നാരായണൻ. നാരത്തെ അയനമാക്കിയത് കൊണ്ട് നാരായണൻ. നാരം എന്ന് പറഞ്ഞാൽ ജലം എന്നർത്ഥം. ആ നാരത്തെ അയനം ചെയ്തു. ആ ജലത്തിലാണല്ലോ ശയിച്ചത്. അതുകൊണ്ട് നാരായണൻ എന്ന് പറഞ്ഞു. അങ്ങനെ നാരത്തിൽ ശയിച്ച ആ ജലശായിയായിരിക്കുന്ന ആ നാരായണന്റെ നാഭിയിൽ നിന്ന് ആദിയിലൊരു താമരയുണ്ടാകുന്നു. ആ താമരയിൽ നിന്ന് ബ്രഹ്മാവുണ്ടാകുന്നു. ബ്രഹ്മാവിൽ നിന്ന് മരീചാദി പ്രജാപതികൾ ഉണ്ടാകുന്നു. അവരിലൂടെ ലോക സൃഷ്ടി നടക്കുന്ന അർത്ഥം. നാരായണൻ എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട്. നാരം അയനം യസ്യ. നാരത്തെ അയനമാക്കിയവൻ, നാരം ആരുടെ അയനമാണോ, ജലത്തെ അയനമാക്കിയവൻ നാരായണൻ. പിന്നെന്താ നാരായണനുള്ളതിന് മറ്റൊരർത്ഥം? നരാനാമയ, നരന്മാരുടെ മുഴുവൻ പരമമായ പ്രാപ്യസ്ഥാനം, ലക്ഷ്യം ചെന്നെത്തേണ്ട സ്ഥലം. നാരന്മാരെന്ന് പറഞ്ഞാൽ ജീവന്മാർ. ജീവൻ ഒരാളല്ല, അനേകമുണ്ട്. അപ്പം എല്ലാ ജീവന്മാരുടെ ലക്ഷ്യം എന്താ? നമ്മുടെയൊക്കെ സോഴ്സായ, ഉറവിടമായ, നമ്മളൊക്കെ ആരിൽ നിന്നുണ്ടായോ ആ പരമാത്മ ഭഗവാനെ സാക്ഷാത്കരിക്കലാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം എന്നർത്ഥം. അപ്പോൾ ഈ വിരാട് പുരുഷനായി നിൽക്കുന്ന ഭഗവാന്റെ തന്നെ വേറൊരു പേരാണ് നാരായണെന്ന്.
ഈ നാരായണ ഭഗവാനാണ് അവതാരം എടുക്കുന്നത്, പരബ്രഹ്മ അവതാരം ഒന്നും എടുക്കണില്ല. മനസ്സിലായില്ലേ? ഇനി ഈ നാരായണ ഭഗവാന്റെ ശരീരത്തിന്റെ വലിപ്പം എത്രയുണ്ട്? വ്യാപ്തി നമുക്ക് എത്ര? നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം എത്രയാ? 6 അടി, 5 അടി, 3 ഇഞ്ച് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഹൈറ്റ്. നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ചെസ്റ്റൊക്കെ എടുക്കില്ലേ നമ്മള്? അപ്പൊ ഭഗവാന്റെ ഹൈറ്റ് എത്രയാ? വിരാട് പുരുഷനായ നാരായണ ഭഗവാന്റെ ഹൈറ്റ് പാതാളത്തുനിന്ന് പിടിച്ചോളുക, സത്യലോകം വരെ അളന്നുകൊള്ളുക അർത്ഥം. പാതാളം മുതൽ സത്യലോകം വരെ വ്യാപിച്ചു നിൽക്കുക. അത്രയാണ് ഭഗവാന്റെ ആ ശരീരത്തിന്റെ ഹൈറ്റ്, വലിപ്പം. ആ ഭഗവാന്റെ രൂപം അത്യന്തം സത്വഗുണപ്രധാനമാണ് താനും പറഞ്ഞു. ഇനി പറയണു, ഈ ലോകത്തിലുള്ള എല്ലാ ശരീരങ്ങളും ആ ഭഗവാന്റെ ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ തലകളും ആരുടെ തലയായിരിക്കും? ഭഗവാന്റെ തല. എല്ലാ കണ്ണും ആരുടെ കണ്ണായിരിക്കും? ഭഗവാന്റെ കണ്ണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും തലയും കണ്ണെന്നൊക്കെ നമ്മൾ പറയണില്ലേ? എൻ്റെ ദേഹം, എൻ്റെ ഉടമ്പ്, വാസ്തവത്തിൽ നമ്മുടെയോ അത് ഭഗവാന്റെയോ? ഭഗവാൻ ഇവിടെ പറയണു അടുത്ത ശ്ലോകത്തിലൊക്കെ ഭഗവാന്റെയെന്ന്. ആ വിരാട് പുരുഷൻ എങ്ങനെയായിരിക്കണത്? പശ്യന്ത്യതോ രൂപം അദഭ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യംബരകുണ്ടലോലസത്. പശ്യന്തി, അങ്ങനെയുള്ള ഭഗവാനെ കാണുന്നു. എങ്ങനെ കാണുന്നു? ഈ കണ്ണുകൊണ്ടാണോ? വിരാട് പുരുഷനെ കാണുന്നത് മഹർഷിമാര് അല്ലെങ്കിൽ മഹാന്മാരെങ്ങനെയാണ്? അദഭ്രചക്ഷുഷ, ധ്യാന ദൃഷ്ടി കൊണ്ടാണ്, യോഗദൃഷ്ടി കൊണ്ടാണ്, മഹത്തായ കണ്ണുകൊണ്ടാണ്. പശ്യന്തി, അവര് ആ ഭഗവാനെ നോക്കിയപ്പോ കണ്ടു. എങ്ങനെ കണ്ടു? അവർ കണ്ടത് എങ്ങനെയാന്ന് നമുക്ക് പറഞ്ഞു തരാം. സഹസ്രപാദ ഒരു ഭുജാനനാത്ഭുതം. അത്ഭുതം. സാധാരണ ഒരാൾക്ക് ഒരു തലയുണ്ട്, 2 കണ്ണുണ്ട്, 2 കാതുണ്ട്, അല്ലേ? ഇവിടെ ഈ ഭഗവാനെ നോക്കുമ്പോഴോ ആയിരക്കണക്കിന് തലകള്, സഹസ്രപാദം, 1000 പാദം. 1000 പാദം, 1000 അക്ഷരാർത്ഥത്തിലല്ല, ആയിരക്കണക്കായ എന്നർത്ഥം. പുരുഷസൂക്തത്തിൽ വേദത്തിൽ പറയാ സഹസ്രശീർഷ പുരുഷ. ആ ഭഗവാൻ 1000 ശിരസ്സുണ്ട്. എന്നിട്ട് അതിനെ ഒരാൾ ചിത്രത്തിൽ വരയ്ക്കാൻ നോക്കി, കുട്ടിതാവില്ലേ? അത് പ്രതീകാത്മകമായി പറയണല്ലേ. ആയിരക്കണക്കായ കാലുകളോടും, ആയിരക്കണക്കായ തുടകളോടും, ആയിരക്കണക്കായ കൈകളോടും, ആയിരക്കണക്കായ മുഖങ്ങളോടും, കണ്ണുകളോടും, മൂക്കുകളോടും, അത്രയും കിരീടങ്ങള്, വസ്ത്രങ്ങള്, കുണ്ടലങ്ങള് ഇവയോടൊക്കെ കൂടി ശോഭിക്കുന്നു, പ്രകാശിക്കുന്നതാണ് ആ വിരാട് പുരുഷന്റെ സ്വരൂപം, നാരായണമൂർത്തിയുടെ രൂപം. അങ്ങനെയുള്ള ആ ഭഗവാൻ സ്വരൂപത്തെ മഹാന്മാര് ധ്യാനനേത്രം കൊണ്ട്, ധ്യാനത്തിലൂടെയാണ് കാണുന്നത്, പച്ചനേത്രം കൊണ്ടല്ല നൃത്തം. എന്താ ഈ ശ്ലോകത്തിന്റെ താല്പര്യം? നോക്കൂ, ഭാഗവതം പഠിക്കുകയാണ് നമ്മൾ. സപ്താഹത്തിൽ വായിച്ച് കഥ പറഞ്ഞു പോണ മാതിരിയല്ല. ഇത് ഭാഗവതം പഠിക്കുകയാണ്. ഭാഗവതം മാത്രം മതി എന്ന് പറഞ്ഞില്ലേ? അന്യ പുസ്തകങ്ങളുടെ ആവശ്യമില്ല എന്നൊക്കെ മഹാത്മ്യത്തിൽ പറഞ്ഞില്ലേ? അത് നമുക്ക് ബോധ്യമാവണമെങ്കിൽ അതിനെങ്ങനെ പഠിക്കണം. വാസ്തവത്തിൽ ആയിരക്കണക്കായ ശിരസ്സോടും കണ്ണോടും കാതോടും കാലോടും കൂടി ഇരിക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ എത്ര ജീവികളുണ്ടോ അവർക്കൊക്കെ ശിരസ്സുണ്ട്, കണ്ണുണ്ട്, കയ്യും കാലും ഒക്കെ ഉണ്ട്, അല്ലേ? ഇതൊക്കെ ആരുടെയാണെന്നാ പറഞ്ഞത്? ഭഗവാന്റെയാന്ന്. അതിൻ്റെയൊക്കെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കണ ആരാ? ഭഗവാനാണ്. ആ വാസ്തവത്തിൽ ഓരോ ശരീരവും ഭഗവാന്റെ ശരീരം. എൻ്റെയും നിങ്ങളുടെയും ജഗത്തിലുള്ള എല്ലാ ശരീരവും കൂടി ചേർന്നാലാണ് ഭഗവാന്റെ ശരീരമാവുക. എല്ലാ ശിരസ്സും ചേർന്നതാണ് ഭഗവാന്റെ ശിരസ്. എല്ലാ കണ്ണുകളും ചേർന്നാണ് ഭഗവാന്റെ കണ്ണ് എന്ന് പറഞ്ഞ എന്താർത്ഥം? വാസ്തവത്തിൽ ഇവിടെ എന്തുണ്ടോ, ഞാനും നിങ്ങളും അടക്കം, എൻ്റേതും നിങ്ങളുടേതും അടക്കം, നമ്മളൊക്കെ നമ്മുടേത് പറഞ്ഞതൊക്കെ എന്താണ്? ഭഗവാനും ഭഗവാന്റേതും. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ എൻ്റെ എന്നുള്ള വിചാരം നമുക്കില്ലേ? അജ്ഞാനം കൊണ്ടാ. വാസ്തവത്തിൽ നമ്മളടക്കം ഭഗവാന്റെ ആണെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടേതൊക്കെ ഭഗവാന്റേതല്ലേ? എല്ലാം ഭഗവാനും ഭഗവാന്റേതും. അല്ലാതെ ഇവിടെ ഓണർഷിപ്പ് നമുക്ക് ആർക്കും ഇല്ല. ഇതാണോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ഈ ഓർമ്മ ഉണ്ടാവണം. അത് മാത്രമല്ല, ഈ ശ്ലോകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കണം മറ്റൊരു കാര്യം എന്താ?
ഈ കാണുന്ന ഓരോ ശരീരവും ഭഗവാന്റെ ശരീരം, ഓരോ കണ്ണും പ്രവർത്തിക്കുന്നത് ഉള്ളിൽ അന്തര്യാമിയായി ഭഗവാനുള്ളതുകൊണ്ട്, അതുകൊണ്ട് അല്ലാണ്ട് എല്ലാ കണ്ണും ഭഗവാന്റേത്, എല്ലാ ശിരസും ഭഗവാന്റേത്. അങ്ങനെയാണെങ്കിൽ ഏതേത് രൂപത്തെ കാണുമ്പോഴും അതിലൂടെ നാം ഓർമ്മിക്കേണ്ടത് ആരെയാ? ഈ വിരാട് പുരുഷ സ്വരൂപം കൈക്കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് ഓർമ്മിക്കേണ്ടത്. ഇത് അനുഷ്ഠാനം, ഇത് സാധന. ഇതാണ് നമ്മുടെ സാധന. മറ്റുള്ളതൊക്കെ അവാന്തര സാധനയാണ്. മെയിൻ സാധന എന്താണ്? മെയിൻ സാധന കണ്ണു തുറന്നാൽ കാണുന്നതെല്ലാം ഭഗവാന്റെ രൂപം. ആരിലും ഏതിലും അതാത് രൂപത്തിലിരിക്കുന്നത് ആര്? ഭഗവാൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഭഗവത് ബുദ്ധിയോടുകൂടി കാണാറാവണം. അതിനാണ് നമ്മൾ ആരെ കാണുമ്പോഴും നമസ്തേ, നമ്മളാരും ഗുഡ് മോർണിംഗ് എന്നല്ല പറയാം. അതൊക്കെ പാശ്ചാത്യ സംസ്കാരമാണ്. ഭാരതീയമായ സംസ്കൃതി എന്തുകൊണ്ട് ഈശ്വരനാമത്തിൽ അഭിവാദ്യം ചെയ്യണു എന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നമശിവായെന്നോ ഹരിയാമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈശ്വരനാമം പറയായിരിക്കാം. പക്ഷേ എന്തിന് ഈശ്വരനാമത്തിൽ? ഈശ്വരനാണ് അതാത് രൂപത്തിലിരിക്കുന്നത്. ഈശ്വരനെ മാറ്റി നിർത്തിയ ഈ ഒരു രൂപമില്ല. ഈ എല്ലാ ശരീരങ്ങളും ചേർന്നത് ഭഗവാന്റെ ശരീരമാണ്. ഇവിടെ കാണുന്ന എല്ലാ ശരീരങ്ങളും ശിരസും എല്ലാം ഭഗവാന്റേതാകുന്നു. അതിലൊക്കെ പ്രവർത്തിക്കുന്നവനും അതിലൊക്കെ ഇരിക്കുന്ന ആ ജീവനും സമഷ്ടി ജീവൻ ഭഗവാനാകുന്നു എന്നർത്ഥം. അപ്പോൾ ഈശ്വരനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ ഈശ്വരനെ കാണണ്ടോ? ഇനി ഈശ്വരനെ കാണാൻ എവിടെ പോവും? ഇപ്പൊ മനസ്സിലായോ? ഈ ദൃഷ്ടി മാറിയാൽ സൃഷ്ടി എന്തായി? ഈശ്വരനായി. ദൃഷ്ടിം ബ്രഹ്മമയീം കൃത്വ പശ്യേൽ ബ്രഹ്മമയം ജഗത്. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വ. ഈ ദൃഷ്ടിയെ നമ്മളൊന്ന് മാറ്റണം. നമ്മുടെ ദൃഷ്ടി ഈ ഭാഗവതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണാറാകണം. അപ്പം ഈ ഭാഗവതത്തിൻ്റെ അറിവിലൂടെ നമ്മൾ നോക്കുമ്പോൾ, അറിവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നാം ഈ കാണുന്ന ലോകത്തിൽ തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ തന്നെയാണ് അതാത് രൂപത്തിലിരിക്കുന്നത്. ഏതോ രൂപത്തിലും ഏതിലും മിന്നുന്ന സത്യസ്വരൂപിയാം തമ്പുരാനേ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒക്കെ ഡെപ്ത്. മനസ്സിലായില്ലേ? അങ്ങനെ കാണുമ്പോൾ എന്താ ഗുണം? നമ്മുടെ ഉള്ളിൽ നിന്ന് രാഗദ്വേഷങ്ങൾ അകന്നു പോവും, മതമത്സരങ്ങൾ അകന്നു പോവും. വെറുപ്പ്, വിദ്വേഷം, കാലുഷ്യം, അഹങ്കാരം, ഈർഷ്യ ഇത്യാദി ഇതൊക്കെയാണ് മനസ്സിൻ്റെ മാലിന്യം. ഇത് പോകും. കാരണം ഓരോ രൂപത്തിലും ആരിയിരിക്കണോ? ഭഗവാനിരിക്കണോ. ഇതിലും അതിലും ഒക്കെ ഭഗവാൻ. ഇതെല്ലാം ചേർന്നതാണ് ഭഗവാന്റെ പൂർണ്ണമായ ശരീരം. ഇതാണ് ആയിരക്കണക്കായ ശിരസുകളോടും കണ്ണുകളോടും കാലുകളോടും തുടകളോടും ഒക്കെ കൂടി ഇരിക്കുന്ന ഭഗവാനെയാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊക്കെ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്ന് മനനം ചെയ്യണേ. അതൊക്കെ വീണ്ടും നമ്മൾ എത്ര ആലോചിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ ഭാവന മാറ്റണം എന്നർത്ഥം. യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ്. നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ച്, നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ലോകം നമുക്ക് അനുഭവപ്പെടുന്നതെന്ന്. യഥാ സൃഷ്ടി തഥാ ദൃഷ്ടിയാണെങ്കിലോ, സൃഷ്ടി എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മുടെ കാഴ്ചയും അനുഭവമെങ്കിലോ, ഒരേ സൃഷ്ടിയെ, ഒരേ വസ്തുവിനെ, ഒരേ സംഭവത്തെ എല്ലാവരും ഒരുപോലെ കാണുകയും ഒരുപോലെ വിലയിരുത്തുകയും ഒരുപോലെ അതിൽ നിന്ന് അനുഭവങ്ങൾ കൊയ്യുകയും വേണം. വേണ്ടേ? അങ്ങനെയാണോ? അല്ല. നമ്മുടെ ഓരോരുത്തർക്കും ഭാവനയ്ക്കനുസരിച്ചാണ് ഓരോന്നും നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആവണത്, സുഖമോ ദുഃഖമോ ആവണത്. അപ്പം നമ്മുടെ ദൃഷ്ടിയിലല്ലേ, നമ്മുടെ കാഴ്ചപ്പാടിലല്ലേ. അപ്പോൾ മാറ്റം എവിടെയാണ് വേണ്ടത്? പുറത്താണോ അകത്താണോ? ചേഞ്ച് ഓഫ് വിഷൻ ഈസ് ദ റെമഡി ഗിവൺ ബൈ ഓൾ ദ മാസ്റ്റേഴ്സ് എന്നാണ് പൂജ്യ ഗുരുദേവൻ പറഞ്ഞത്. സത്യസാക്ഷാത്കാരം നേടിയ എല്ലാ മഹാത്മാക്കളും ഏകകണ്ഠമായിട്ട് പറഞ്ഞത് എന്താ? ചേഞ്ച് ഓഫ് വിഷൻ. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റൂ. നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് തകരാറ്, അല്ലാതെ ഇവിടെ സൃഷ്ടിക്ക് യാതൊരു തകരാറുമില്ല. ഇതാണ് ആ ദൃഷ്ടി. ഏതാണെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത്. ആദിയിൽ ഭഗവാൻ ഉണ്ടായി. ആ ഭഗവാനെന്ന് ഉണ്ടായതാണ് ഈ ജഗത്ത്. 16 കലകളോടുകൂടി ആ ഭഗവാൻ പാതാളം മുതൽ സത്യലോകം വരെയുള്ള ശരീരത്തോടുകൂടി വ്യാപിച്ചിരിക്കുന്നു. ഇവിടെ കാണുന്ന എല്ലാ ശരീരവും, നമ്മുടെ അടക്കം ഉള്ള ശരീരവും ആ വിരാട് പുരുഷ ശരീരത്തിലത്തെ ഒരു കോശം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ഈ ശരീരം എടുത്താൽ, നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ കോടാനുകോടി കോശങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടോ? സെല്ലുകളിൽ കാണുന്നുണ്ടോ? അതിൽ ഒരു സെല്ല് ഞാൻ എൻ്റെന്ന് അഭിമാനിക്കാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? ഈ ഇതെടുത്ത് നോക്കൂ. ഈ ശരീരത്തിലെ ഓരോ കോശങ്ങൾ ഇങ്ങനെ അഭിമാനിക്കാനും മത്സരിക്കാനും അടിപിടി കൂടാനും പോയാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ട്, മൂഢത കൊണ്ട്
ശരിയല്ലിത്? അപ്പോൾ വിരാട് പുരുഷനായ ഭഗവാന്റെ ശരീരത്തെ ഒരു കോശം അത്ര കണക്കാക്കാൻ പറ്റുള്ളൂ നമ്മളെ ഓരോരുത്തരെയും. എല്ലാം ചേർന്ന സമഷ്ടിയാണ് ഭഗവാന്റെ ശരീരം. ഇതൊക്കെ വീണ്ടും വീണ്ടും എത്ര തന്നെ ധ്യാനിച്ചാലും അധികാവില്ല. കാരണം ഇത് നമ്മുടെ മനസ്സിന് വികാസം ഉണ്ടാക്കുന്നർത്ഥം. എക്സ്പാൻഷൻ ഓഫ് വിഷൻ. കൂവമണ്ഡൂകങ്ങളാ, എന്താ പറയാ, ഈ പൊട്ടക്കണ്ണിലെ തവളെ മാതിരിയാ നമ്മള്. ഇതിനാണ് ഭാഗവതം മനസ്സിലായില്ലേ? ഭാഗവതം നമ്മുടെ കാഴ്ചയെ വിശാലമാക്കണു. അപ്പോഴാണ് വസുധൈവ കുടുംബമൊക്കെ വരിക. ലോകമേ നിറവാടെന്നുള്ള ഭാവനയൊക്കെ അപ്പോഴാണ് വരിക. ആരും അന്യരല്ല എന്നൊക്കെ ഈ ദർശനം ഉൾക്കൊള്ളണം. വെറുതെ ഭാഗവതം വായിച്ചും കേട്ടും മാത്രം പോയാൽ പോരാ. തശൃണ്വൻ പ്രപഠൻ വിചാരണപരഹ ഭക്തിയാ വിമുച്യേന്നരഹ എന്ന പറഞ്ഞേ അല്ലേ ഉണ്ണി? തശൃണ്വൻ കേൾക്കല ആദ്യത്തെ പടി. പിന്നെയോ വിപഠൻ, പഠനം ചാലോ അർത്ഥബോധത്തോട് പഠിക്കുക. വിപഠൻ ചാലോ വിശേഷേണ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. പിന്നെയോ വിചാരണപരഹ, എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം, എന്താ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതെന്താ, ഇതിന് ഞാൻ എന്താ എടുക്കേണ്ടത്, ഇത് ഞാൻ എന്താ ജീവിതത്തിൽ പകർത്തേണ്ടത്, അതാണ് വിചാരണം. അതിലൂടെ ഭക്തി ഉണ്ടായിട്ട് വിമുച്യേന്നരഹ, മനുഷ്യൻ മുക്തനാകും അജ്ഞാനത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നും. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യ അംശാംശേന സൃജ്യന്തേ ദേവരിര്യങ്നരാദയഃ. നോക്കൂ, നമുക്ക് പൊതുവേ ഈ അവതാരം കേൾക്കുമ്പോൾ 10 അവതാരം, ദശാവതാരം, മത്സ്യകൂർമ്മ വരാഹ നരസിംഹ അല്ലേ? ഇതിനപ്പുറത്ത് നമുക്ക് അവതാരം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ പുരുഷാവതാരം, വിരാട് പുരുഷാവതാരം. എന്നിട്ട് പറഞ്ഞു ഏതത്, ഏതെന്ന് വെച്ചാലോ ഇതെന്ന് പറഞ്ഞാലോ ഈ 16 കലകളോടുകൂടി പാതാളം മുതൽ പ്രപഞ്ച ആകാശം അല്ല സത്യലോകം വരെ വ്യാപിച്ചു നിൽക്കുന്ന സകല ശരീരങ്ങൾ, സകല ജീവശരീരങ്ങളും ഉൾക്കൊള്ളുന്ന വിരാട് പുരുഷനാണ്. നാനാ അവതാരാണാം നിധാനം. മറ്റെടുത്ത അനേക അവതാരങ്ങളുണ്ടല്ലോ, ആ അവതാരങ്ങളുടെ ഒക്കെ അടിസ്ഥാനം. നിധാനം ചലോ അതിൻ്റെ ഇരിപ്പിടം, സോഴ്സ്, ബേസ്. അപ്പൊ ഈ വിരാട് പുരുഷന് തന്നെ നാരായണൻ എന്ന് പറഞ്ഞു, ആദിനാരായണൻ എന്ന് പറഞ്ഞു. ഈ രൂപമാണ് മറ്റുള്ള അവതാരങ്ങൾക്കൊക്കെ കാരണം, ആശ്രയം നത്തം. അപ്പൊ എല്ലാത്തിൻ്റെയും ഉത്ഭവവും ഇത് നിധാനം ബീജം അവ്യയം. എല്ലാത്തിൻ്റെയും ബീജം, വിത്ത്, കാരണം. ബീജം വെച്ചാൽ വിത്ത് എന്നർത്ഥം. ഇവിടെ വിത്ത് എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും കാരണം, സോഴ്സ്. ഈ കാണപ്പെടുന്ന എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനവും ഒരു കാലത്ത് നശിക്കാത്തതുമായ വിത്തും ബീജവും ആരാണ്? ഈ നാരായണമൂർത്തിയാണെന്നർത്ഥം, ഭഗവാനാണെന്നർത്ഥം. യസ്യ അംശാംശേന, ആ ഭഗവാന്റെ അംശമായ ബ്രഹ്മാവിൽ നിന്നുണ്ടായതാണ് മറ്റുള്ളവരെല്ലാം. അംശം, അംശത്തു നിന്നൊരംശം, കല, ഇങ്ങനെയൊക്കെ ഉണ്ടായതാണ് മറ്റുള്ള അവതാരങ്ങളൊക്കെ. ഒക്കെ ബ്രഹ്മാവും മറ്റുള്ള പ്രജാപതികളും ദേവന്മാരും ദേവതിര്യങ് നരാദയ, ദേവന്മാര്, മനുഷ്യര്, തിര്യക്കുകൾ മുതലായ എല്ലാ പ്രാണികളും ജീവജാലങ്ങളും ലോകത്തിൽ എവിടെ നിന്നുണ്ടായി? ഇതിൻ്റെയൊക്കെ ബീജമേതാണ്? ഈ വിരാട് പുരുഷനാണ്, നാരായണമൂർത്തിയാണ്, ആ ഭഗവാനാണെന്നർത്ഥം. ഇനി അതിൽ നിന്ന് അനേക അവതാരങ്ങൾ ഉണ്ടായതിന്, അംശാവതാരം, കലാവതാരം, അങ്ങനെ അവതാരങ്ങൾ ഉണ്ടായല്ലോ, അതിനെക്കുറിച്ചിട്ട് പറയണം. നോക്കൂ, അതിലേക്ക് പോണേ എന്നുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വിരാട് പുരുഷനാണ് എല്ലാ ശരീരങ്ങളും, ജീവശരീരങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന, കൈക്കൊണ്ടിരിക്കുന്ന ആ പ്രപഞ്ച ശരീരമാണ് വിരാട് പുരുഷൻ. അതാണ് നാരായണമൂർത്തി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന ഓരോ രൂപവും ഭഗവാൻ. നോക്കൂ, ശാസ്ത്രം ആത്യന്തികമായിട്ട് പറയണ എന്താ? ഇവിടെ ഭഗവാനേ ഉള്ളൂ, ഭഗവാൻ എന്ന് വേറിട്ട് ജീവനും ജഗത്തൂല്ലേ, നിങ്ങളില്ലടോ. നിങ്ങളും ആരാണ് വാസ്തവത്തില്? ആ ഭഗവാൻ എന്ന് വേറിട്ടു തോന്നണത് അജ്ഞാനം. വാസ്തവത്തിൽ നിങ്ങളും ഭഗവത് സ്വരൂപി, ഞങ്ങളും ഭഗവത് സ്വരൂപികൾ, എല്ലാവരും ഭഗവത് സ്വരൂപികളാണ്. ഇതാണ് ശാസ്ത്രം ആത്യന്തികമായി നമ്മളോട് സാക്ഷാത്കരിക്കാൻ, തിരിച്ചറിയാൻ പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനും നിങ്ങളൊക്കെ അവതാരമാണ് എന്ന് നമുക്ക് ഇന്ന് വിശ്വാസമില്ല, ബോധ്യമില്ല. നമ്മൾ ഓരോരുത്തരും എന്താ വിചാരിക്കണത്? ഞാൻ പരിമിതനാണ്, ഈ ശരീരത്തോട് ജനിച്ചവനും ഇതോടുകൂടി മരിക്കുന്നവനാണ്, നിങ്ങളും അങ്ങനെ ഒരാളാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും കണക്കാക്കണു അല്ലേ? അപ്പോഴോ വിശേഷപ്പെട്ട സാധാരണയിൽ നിന്ന് വിശേഷപ്പെട്ട ജ്ഞാനവും ഗുണങ്ങളും മഹിമയും ഒക്കെയുള്ള ഒരു ഉപാധിയെ നമുക്ക് വേണ്ടി വരണു ഭരിക്കാൻ, ആശ്രയിക്കാൻ, സേവിക്കാൻ. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പല
കാലങ്ങളിൽ ഓരോരോ അവതാരങ്ങൾ കൈക്കൊണ്ട് ആ അവതാരങ്ങളെയാണ് ഇനി പറയാൻ പോണത്. കണ്ടില്ലേ ഓരോരോ അവതാരങ്ങൾ? മുത്തശ്ശിമാര് ദേഷ്യം വരുമ്പോണ്ട ഓരോ അവതാരം, ഇതൊക്കെ ഓരോ അവതാരങ്ങളാ. ശരിക്കും ഓരോ അവതാരം, എല്ലാവരും ഓരോ അവതാരം ഭഗവാന്റെ. ഭഗവാൻ തന്നെ അതാത് രൂപത്തിലിരിക്കുക. പക്ഷേ അത് അച്ഛന്തുകൊണ്ട് അറിയണില്ല. ഇനി പറയണു സ ഏവ, ആ ആദിനാരായണമൂർത്തി തന്നെ. ആദിനാരായണമൂർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് 4 കൈയും കാലും കിരീടമൊക്കെ വെച്ചിട്ടിരിക്കണ ഒരു മൂർത്തിയാണ് നമ്മൾ നാരായണൻ. അതല്ല. പിന്നെയോ ഈ പ്രപഞ്ചരൂപം പ്രപഞ്ചസ്വരൂപനായ ഭഗവാൻ. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാരദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം. സൃഷ്ടിയെ, സർഗം എന്ന് പറഞ്ഞ സൃഷ്ടി, അതിനെ മൊത്തത്തിൽ 4ആയിട്ട് പറഞ്ഞിരിക്കണം. ഒന്ന് കൗമാരം. കൗമാരം എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടി, അതിന് ഭഗവാൻ 4 കുമാരന്മാരായിട്ട് അവതരിച്ചു. സനകൻ, സനന്ദൻ, സനാതനൻ, സനകുമാരൻ. അതുകൊണ്ട് അവരെ കൗമാര സർഗം എന്ന് പറയണു. പിന്നെ ആർഷ ഋഷി, നാരദ ഋഷി. പിന്നെ പ്രാജാപത്യം, മരീചി, മത്രി, അങ്കിരസ, പുലൻ മുതലായ പ്രജാപതികളുണ്ടായി. പിന്നെ മാനവം, പിന്നെ മനുഷ്യരാശി, അതിൽ പിന്നെ മനുഷ്യൻ മുതലായിട്ടുണ്ടായി. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സൃഷ്ടിയർക്കത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതിൽ പ്രഥമം, ആദ്യത്തെ സർഗം, ആദ്യത്തെ സൃഷ്ടി അവതാരം ഏതാണ്? അതാണ് കൗമാരം സർഗം. സനകാദി മഹർഷിമാരായിട്ട് ഭഗവാൻ അവതാരമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അഖണ്ഡിതം ബ്രഹ്മചര്യം, അഖണ്ഡ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി തപസ്സനുഷ്ഠിച്ചു. അത് എളുപ്പമാണോ? അല്ലല്ല. ദുശ്ചരം, വളരെയധികം അനുഷ്ഠിക്കാൻ പ്രയാസമുള്ളതായ അഖണ്ഡ ബ്രഹ്മചര്യ വ്രതത്തെ കൈക്കൊണ്ടുള്ള തപസ് ചെയ്തു എന്നർത്ഥം. അപ്പൊ ലോകത്തിൽ അത് പഠിപ്പിക്കുക. ശരിക്കും ബ്രാഹ്മണധർമ്മം തപസ്സാണ്. അഖണ്ഡ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി തപസ് ചെയ്ത് ഈശ്വരനെ സാക്ഷാത്കരിക്കണം. എല്ലാവരെയും ലക്ഷ്യം തന്നെയാണ്. തത്വഗുണക്കാരനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്, അവൻ്റെ ലക്ഷ്യം പ്രത്യേകിച്ച് നത്തം. അപ്പോൾ ആ പുരുഷാവതാരം കൈക്കൊണ്ട ആദിനാരായണമൂർത്തിയായ ഭഗവാൻ തന്നെ പിന്നീട് സനകാദി മഹർഷിമാരായിട്ട് ജനിച്ച് 4 പേര് കഠിനമായ തപശ്ചര്യ അഖണ്ഡ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ചെയ്തു നത്തം. അത് ലോകത്തിന് മാതൃകയായി. രണ്ടാമത്, ഇതാണ് ഭഗവാന്റെ ആദ്യ അവതാരം. ദ്വിതീയന്തു ഭവായാസ്യ രസാതലഗതാമഹീം ഉദ്ധരിഷ്യന്നുപാദത്തെ യജ്ഞേശ സൗകരം ബഭുഃ. ദ്വിതീയം, ഇത് രണ്ടാമത്തെ ഭഗവാന്റെ അവതാരം ഏതാ? അതാണ് സൗകരം ബഭൂ. സൂകരമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. സൂകരം എന്ന് പറഞ്ഞാലോ പന്നി, അതിനാണ് വരാഹം എന്ന് പറയുന്നത്. യജ്ഞവരാഹമൂർത്തിയായി ഭഗവാൻ അവതാരമെടുത്തു. എപ്പോ? ഹിരണ്യാക്ഷന്റെ എന്താ പറയാ പരാക്രമം കൊണ്ട് ഈ ഭൂമിയെ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചുല്ലോ. രസാതലത്തെ പ്രാപിച്ചിരുന്ന രസാതലഗതാം, രസാതലം വരെ പോയി. ഇത്ര രസാതലം വരെ അവിടെ പോയി. അതിൻ്റെ അറ്റത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ച ആ മഹിയെ ഉദ്ധരിഷ്യൻ, ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. അപ്പൊ ഹിരണ്യാക്ഷൻ എല്ലാവരോടും പോരിന് വിളിച്ച് അവസാനം ആരും തനിക്കെതിരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഏറ്റവും ശക്തനായ ഒരാളുണ്ട്, അയാളാണ് വരുണൻ എന്ന് മനസ്സിലാക്കി. വരുണൻ രാജസൂയയാഗം നടത്തിയ ആളാണ്. എളുപ്പം രാജസൂയയാഗം നടത്താൻ പറ്റില്ലല്ലോ, അനേകം എതിരാളികളെ ജയിക്കണ്ടേ. അപ്പം ഇത്രയും ശക്തനായ അദ്ദേഹം എന്നോട് എതിരിടാൻ തയ്യാറാവും, നല്ലൊരു പ്രതിയോഗിയാകും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. പക്ഷേ വരുണൻ അദ്ദേഹത്തിനോട് യുദ്ധത്തിൽ നിന്നില്ല. കാരണം ഹിരണ്യാക്ഷനെ വധിക്കാൻ മഹാവിഷ്ണുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പറഞ്ഞു, വിഷ്ണുവിൻ്റെ കൈ കൊണ്ടാണ് നിനക്ക് മരണം ഉണ്ടാവുക, ഞാനിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. അങ്ങനെ വിഷ്ണുവിനെ അന്വേഷിച്ച് മടങ്ങി വരുന്ന സമയത്താണ് ഹിരണ്യാക്ഷൻ ഭൂമിയൊക്കെ ഒളിപ്പിച്ചു എന്നറിഞ്ഞ് ഭൂമിയെ കാണാതെ സ്വയംഭൂമനും സനകാദികളും മരീചാതി മഹർഷിമാരും എല്ലാവരും ബ്രഹ്മദേവനോട് പോയി പരാതി പറഞ്ഞു, വിഷമം പറഞ്ഞു. ഉടനെ ബ്രഹ്മദേവൻ താൻ ഏതൊരു ഭഗവാനെന്നുണ്ടായോ തനിക്ക് സൃഷ്ടിക്കാൻ ഒന്നും അറിയാതെ മൂഢനായി അജ്ഞാനിയായ തനിക്ക് എല്ലാ അറിവും കഴിവും സൃഷ്ടിക്കാനുള്ള സാമർഥ്യം തന്ന് അനുഗ്രഹിച്ച ആ തൻ്റെ പരമകാരനായ ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എല്ലാവരോടും കൂടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. താനും പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു. അപ്പോഴോ ബ്രഹ്മാവിൻ്റെ നാസാദ്വാരത്തിലൂടെ ഭഗവാൻ
വരാഹമൂർത്തിയായിട്ട് അവതാരമെടുത്തു. എന്തിനാത്? രസാതലഗതാം മഹീം ഉദ്ധരിഷ്യൻ. രസാതലത്തിൻ്റെ അകത്ത് ഹിരണ്യാക്ഷൻ കൊണ്ടുവച്ചിരുന്ന ആ ഭൂമികോളത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. അത് ഭഗവാന്റെ രണ്ടാമത്തെ അവതാരം. തൃതീയം ഋഷിസർഗം ച ദേവർഷിത്വം ഉപേത്യസ തന്ത്രം സാത്വതമാജഷ്ഠ നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ. തൃതീയം സർഗം, മൂന്നാമത്തെ ഭഗവാന്റെ അവതാരം ഏതാണ്? ഋഷിസർഗം, ഋഷിയായിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ്. ഏത് ഋഷിയായിട്ടാ? ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രന്മാരാണ് നേരത്തെ ഉണ്ടായ സനകാദികൾ. ആ ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രനാണെന്ന് പറയാം. യജ്ഞവരാഹത്തെ മുഖി എന്നല്ലേ വന്നത്. ആ ബ്രഹ്മാവിൻ്റെ തന്നെ പുത്രനായിട്ട് ശ്രീനാരദ മഹർഷിയായിട്ട് ഭഗവാൻ അവതാരമെടുത്തു. ഈ നാരദ മഹർഷി ആയിട്ട് അവതരിച്ചിട്ട് എന്താ ചെയ്തത്? കർമ്മണാം നൈഷ്കർമ്മ്യം ആചഷ്ഠ. കർമ്മമാണ് ഈ ജീവനെ സംസാരത്തിൽ കൊടുക്കുന്നത്. കർമ്മം കൊണ്ട് ജനിക്കുന്നു, കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സുഖദുഃഖ രൂപേണ. ആ കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്കേണ്ടി വരുന്നു. ഈ കർമ്മബന്ധത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾക്ക് മോചനം നേടാൻ സാധിക്കുക എന്ന് ലോകത്തെ പഠിപ്പിക്കണം വേണ്ടേ? അതിന് ശ്രീനാരദ മഹർഷി ലോകത്തിൽ വൈഷ്ണവതന്ത്രം, നാരദ പഞ്ചരാത്രം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ പേര്, അതിനെ ഉപദേശിച്ചു നടത്തും. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് കർമ്മം നമുക്ക് സുഖവും ദുഃഖവും പുനർജന്മത്തെയും തരുന്നത്? എങ്ങനെ കർമ്മം ചെയ്താൽ ഈ കർമ്മം കൊണ്ട് നമുക്ക് പുണ്യവും പാപവും ഉണ്ടാവില്ല, അതിൻ്റെ ഫലമായിട്ട് സുഖവും ദുഃഖവും ഉണ്ടാവില്ല, ബാക്കിയുള്ള കർമ്മവാസനകളെ കൊണ്ട് ജന്മങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ജന്മമുക്തി, പുണ്യപാപങ്ങളിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും ജനനമരണ സംസാര പ്രവാഹത്തിൽ നിന്നും എങ്ങനെ നമുക്ക് മുക്തി നേടാം, അതിന് കർമ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ഇതാണ് നാരദ മഹർഷി ചെയ്ത വലിയ ഉപകാരമില്ലത്. അതെ, അതെങ്ങനെയാണ്? കർമ്മങ്ങളൊക്കെ ഈശ്വരാരാധനമായി ചെയ്യണം. ഇതാണ് നാരദ പഞ്ചരാത്രത്തിൻ്റെ മർമ്മം. നോക്കണു, ഇതിപ്പോൾ ഞാൻ ഭാഗവതം മുഴുവൻ പഠിച്ചിട്ട് വേണോ? നമുക്ക് ഈ അവതാരങ്ങളൊക്കെ വിസ്തരിച്ച് ഇനി പറയാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ അധ്യായം കേട്ടാൽ തന്നെ എല്ലാം കിട്ടിക്കഴിയും. അപ്പം ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യണം. നിഷ്കാമമായി ഈശ്വരാരാധന എന്ന നിലയിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ കർമ്മം കൊണ്ട് വാസനകളൊക്കെ ക്ഷയിക്കും. ഇപ്പോൾ ഉള്ള വാസനകളൊക്കെ തീരും. പുതിയൊരു വാസന പോലും ഉണ്ടാകില്ല. പുതിയ വാസനകൾ ഉണ്ടായാലാണ് പുതിയ ജന്മം ഉണ്ടാവുക. വാസനകളാണ് പുതിയ ജന്മത്തിൻ്റെ വിത്ത്. വിത്ത് വറുത്താൽ അല്ലെങ്കിൽ വിത്ത് പുഴുകി കഴിഞ്ഞാൽ പിന്നെ അത് മുളച്ച് ചെടി ഉണ്ടാവില്ല. ഇപ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മം കർമ്മവാസനകളെ വരട്ടിക്കളയും. പുണ്യപാപങ്ങളൊന്നും അയാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പുണ്യപാപങ്ങളെ കൊണ്ടാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊന്നും അയാൾക്ക് ഉണ്ടാവില്ല. പുനർജന്മവും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവുക? മനഃശുദ്ധി നേടിയിട്ട് ഭഗവാന്റെ സത്യാവസ്ഥയെ, ആ ഭഗവാനാണ് തൻ്റെ ആത്മാവായിരിക്കുന്നതും ഈ സകലത്ത ജഗത്തായിരിക്കുന്നതും എല്ലാത്തിലും അന്തര്യാമിയായിരിക്കുന്നതായ സത്യം സാക്ഷാത്കരിക്കാൻ ഈ ജന്മത്തിൽ നിന്ന് സാധിക്കും. അതിനാണ് നാരദനായിട്ട് അവതരിച്ച് ഈ കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനത്തിലുള്ള മാർഗത്തെ ഉപദേശിച്ചത്. പിന്നീട് തുര്യേ ധർമ്മകലാസർഗേ നരനാരായണ വൃഷി ഭൂത്വ ആത്മോപശമോ വേദം അകരോത് ദുശ്ചരം തപഃ. തുര്യൻ നാലാമത്തെ ഭഗവാന്റെ അവതാരം ഏതാ? അതാണ് നരനാരായണ ഋഷി. നരനും നാരായണനുമായിട്ടുള്ള ഋഷി. നരനാരായണ ഋഷിമാരായിട്ട് അവതരിച്ചു. നരാവതാരവും നാരായണാവതാരവും. അവിടെ ആരായിരുന്നു അച്ഛനമ്മമാര്? അതും പറഞ്ഞു. ധർമ്മകലാസർക്കേ, ധർമ്മപത്നിയില് ഭഗവാൻ അവതാരമെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മശമോപേതം, മനസ്സിനെ അടക്കിക്കൊണ്ട് ദുശ്ചരൻ തപഃ അകരോത്, മഹത്തായ തപശ്ശരി ചെയ്തു. സഹസ്രകവചൻ എന്ന് പേരായിട്ട് ഒരു അസുരൻ ലോകത്തിനൊക്കെ ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അയാളെ 1000 കവചമാണ്. 1000 കവചത്തിൽ ഓരോ കവചം പൊട്ടിക്കണമെങ്കിൽ 1000 കൊല്ലത്തെ തപസ്സുള്ള ആൾ വേണം. എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാൻ നാരായണനായി അവതരിച്ച് മാറി മാറി തപസ് ചെയ്യുക. ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ യുദ്ധം ചെയ്യും. അയാൾ യുദ്ധം കഴിഞ്ഞ് അയാളുടെ ഒരു പോർച്ചട്ട പൊട്ടിച്ച് പിന്നെ തപസ്സിരിക്കും. അപ്പോൾ തപസ് കഴിഞ്ഞ് അടുത്ത ആൾ പുറപ്പെടും. അങ്ങനെ അസുരന് വിശ്രമം കൊടുക്കാതെ അയാളോട് യുദ്ധം ചെയ്ത് അയാളുടെ 999 കവചവും പൊട്ടിച്ചു എന്നാണ്.
സഹസ്രകവചനെ വധിച്ചു നരനാരായണന്മാർ. അങ്ങനെ ലോകത്തിന് ദേവന്മാർക്കും സമാധാനം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയുള്ള നരനാരായണാവതാരം നാലാമത്തേത്. ധർമ്മദേവന് മൂർത്തിദേവിയിൽ ധർമ്മദേവന് 2 പുത്രന്മാരുണ്ടായി. അതാണ് നരനും നാരായണനും ആയിട്ടുള്ള ഭഗവാന്റെ 4ാമത്തെ അവതാരം. പഞ്ചമക്കപിലോ നാമ സിദ്ധേശക്കാല വിപ്ലുതം പ്രോവാച അസുരയെ സംഖ്യം തത്വഗ്രാമ വിനിർണയം. പഞ്ചമഹ 5ാമത്തെ അവതാരം ഏതാണു? കപിലഹ. കപിലൻ എന്ന പേരിൽ കപിലവാസുദേവനായിട്ട് ഭഗവാൻ അവതരിച്ചു. ബ്രഹ്മപുത്രനായ കർദമ പ്രജാപതി സ്വയംഭുവിൻ്റെ പുത്രിയായ ദേവഹൂതിയെ വിവാഹം കഴിച്ചു. അവരിൽ 9 കന്യകമാർക്ക് ശേഷം ഭഗവാൻ 10ാമത് പുത്രനായിട്ട് അവതരിച്ചു അവരെ അനുഗ്രഹിക്കാൻ. കപിലൻ എന്ന് പറഞ്ഞ സ്വർണ്ണവർണ്ണത്തിൽ ജനിച്ചതുകൊണ്ട് കപിലൻ എന്ന പേര് വന്നു. വാസ്തുവിൽ ആരായിരുന്നു അദ്ദേഹം? വാസുദേവൻ, സാക്ഷാൽ പരമാത്മ ഭഗവാൻ തന്നെ. സിദ്ധേശനാണ്, സിദ്ധന്മാരുടെയൊക്കെ ഈശ്വരനായിട്ട് മഹാസിദ്ധനാണ്, സിദ്ധാവതാരമാണ്. അങ്ങനെ ആ അവതാരത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്തു? കാലവിപ്ലുതം, കാലം കൊണ്ട് എല്ലാവരും ഈ ലോകത്ത് നഷ്ടപ്പെടും. ശരിയല്ലേ? ഇപ്പം നമ്മളിതൊന്നും പഠിക്കാണ്ടും പഠിപ്പിക്കാണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഈ ഭാഗവത പ്രചാരത്തിലില്ലാണ്ടാവും, ഗീത പ്രചാരത്തിലില്ലാണ്ടാവും, ഉപനിഷത്ത് പ്രചാരത്തിലില്ലാണ്ടാവും, ഇങ്ങനെ പ്രചാരത്തിലില്ലാണ്ടാവൂലേ? ഇതുമാതിരി കാലം കൊണ്ടെല്ലാം നഷ്ടപ്പെടും. പഠിക്കാനും പഠിപ്പിക്കാനും ആളില്ല എന്ന് വന്നു കഴിഞ്ഞാൽ. അപ്പം കാലം കൊണ്ട് നശിച്ചതായ ആ ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരം നേടാനുള്ള മാർഗം ഉപദേശിക്കാൻ ആളില്ലാണ്ടായി. ഉപദേശിക്കാൻ ആളില്ലാണ്ടായത് അതുകൊണ്ടാ? കേൾക്കാൻ ആളില്ല, അതിൽ ജിജ്ഞാസയുള്ളവരില്ലാണ്ടായി. അങ്ങനെ വന്നപ്പോൾ അതിനെ ലോകത്ത് വീണ്ടും പുനഃപ്രകാശിപ്പിക്കാൻ വേണ്ടി തത്വഗ്രാമ വിനിർണയം, തത്വങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് ഈ തത്വങ്ങൾ ഉള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുളെത്തിയിടും ഗുരുപദാന്തേ ഭരിപ്പവന് എന്ന് പറഞ്ഞിട്ടല്ലോ ഹരിനാമകീർത്തനത്തിൽ. ഈ തത്വങ്ങൾ എത്രയാണെന്നും തത്വങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മസ്വരൂപം അതിനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം എന്താണെന്നൊക്കെ ഗുരുവിൻ്റെ പാദാരത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ശിഷ്യന് അതേ ഉപദേശിച്ചു കൊടുക്കും. അതോടുകൂടിയോ ആൾക്ക് പിന്നെ ജനനമരണ സംസാരം ഇല്ലാണ്ടാവും. ആ തത്വങ്ങളെ എണ്ണി ആത്മസ്വരൂപത്തെ ബോധിപ്പിക്കാനായിക്കൊണ്ട് നഷ്ടപ്പെട്ട ആത്മജ്ഞാനം ലോകത്തിൽ പ്രകാശിപ്പിക്കാൻ വേണ്ടി സാഖ്യയോഗത്തിലൂടെ, അതിനാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്, അതിലൂടെ ലോകത്ത് അജ്ഞാനത്തെ നിരസിക്കാനും ആത്മജ്ഞാനം വളർത്താനും വേണ്ടിയിട്ട് ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു. എന്നിട്ടോ പ്രധാനമായിട്ട് ആ സാഖ്യശാസ്ത്രത്തെ ആസുരി എന്ന് പേരായ ബ്രാഹ്മണന് ഉപദേശിച്ചു എന്നർത്ഥം. പ്രോവാച അസുരയെ, അസുരൻ എന്നല്ല അർത്ഥം, ആസുരി എന്ന് പേരായ ശിഷ്യന് ഉപദേശിച്ചു എന്നർത്ഥം. അതിലൂടെ ലോകത്ത് ആ ഇരുട്ടിനെ നീക്കി ജ്ഞാനപ്രകാശം വളർത്തിക്കൊടുത്തു. ഷഷ്ടമത്രേരപത്യത്വം വൃതപ്രാപ്തോനസൂയയാം അന്വേഷികീം അളർക്കായ പ്രഹ്ലാദാദിഭ്യ ഊജിവാൻ. 6ാമത്തെ ഭഗവാന്റെ അവതാരം ദത്താത്രേയ മഹർഷിയായിട്ടാണ്. ദത്താത്രേയ മഹർഷി ആരുടെ പുത്രനായിട്ട് അവതരിച്ചു? അത്രിയും അനസൂയാദേവിയും പുത്രലാഭാർത്ഥം ജഗദീശ്വരനെ തപസ് ചെയ്തു ഭജിച്ചു. അവരുടെ മുമ്പിൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷമായി. അതിൽ വിഷ്ണുവിൻ്റെ അംശമായിട്ട് ദത്താത്രേയനുണ്ടായി. അതാണ്. അപ്പോൾ അത്രേഹെ അനസൂയ, അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയയിൽ വൃത, അവരാൽ പുത്രലാഭാർത്ഥം വരിക്കപ്പെട്ട ഭഗവാൻ അപത്യത്വം വെച്ചാൽ അവരെ പുത്രനായിട്ട് സന്താനഭാവത്തിൽ ഭഗവാൻ അവതാരമെടുത്തു. എന്നിട്ടോ ഈ ദത്താത്രേയ ഭഗവാൻ ലോകത്തിൽ ആത്മജ്ഞാനം ഉപദേശിച്ചു. അളർക്കന് പ്രഹ്ലാദാദിഭ്യ, പ്രഹ്ലാദൻ മുതലായ ആൾക്കാർക്കൊക്കെ എന്നർത്ഥം. ആത്മജ്ഞാനം തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ച് അവരിലുള്ള ലോകത്തിനെ പ്രചരിപ്പിച്ചു. അളർക്കൻ, പ്രഹ്ലാദൻ. നമുക്ക് ഭാഗവത്തിൽ കാണാം. ഇനി ദത്താത്രേയനെ അവധൂത ആണ്, അദ്ദേഹം അവധൂതനായി സഞ്ചരിച്ചു. യദു മഹാരാജാവ് അവധൂതനും തമ്മിലെ സംവാദം നമുക്ക് കേൾക്കാം. ഏകാദശത്തിലേ ഭഗവാൻ പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഉദ്ധവന്. അപ്പോൾ യദു മഹാരാജാവ് അവധൂതൻ തമ്മിൽ സമ്പ്രദായം. യദു മഹാരാജാവിന് പിന്നെയോ ഹൈഹേ രാജാവ് കാർത്തവീര്യാർജുനൻ വലിയ ശിഷ്യനായിരുന്നു ദത്താത്രേയ മഹർഷിയുടെ. അതിനെ സേവിച്ചിട്ടാണ് ഹൈഹേ രാജാവ് കാർത്തവീര്യാർജുനന് അടങ്ങാത്ത ഐശ്വര്യവും 1000 കൈകളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ അവതാരത്തിലും ഭഗവാൻ സംസാരത്തിനെ അജ്ഞാനത്തെ തീർക്കാനുള്ള മാർഗം ഉപദേശിക്കും. അജ്ഞാനം കൊണ്ടാണ് ഇവിടെ പലത് സത്യമായിട്ട് തോന്നണതേ. ശരിയായ അറിവ് വന്നാലേ ഭഗവാനാണെല്ലാം, ഭഗവാനാണ് എല്ലാത്തിലും, ഭഗവാനിൽ നിന്ന് വേറിട്ടിട്ട് പലതില്ല എന്ന് ബോധ്യമാവാൻ പറ്റുക. ഭഗവത് ബുദ്ധിയ എല്ലാത്തിനെയും
കാണാറാവുള്ളൂ. തതസപ്തമ ആകൂത്യാം രുചേർയജ്ഞോഭ്യജായത സയാമാദ്യൈ സുരഗണൈ അപാത് സ്വായംഭുവാന്തരം. ഏഴാമത്തെ ഭഗവാന്റെ അവതാരം, സപ്തമ അവതാര. ഏഴാമത്തെ അവതാരം ഏതാ? സ്വായംഭുവ മന്വന്തരത്തില് ഭഗവാൻ യജ്ഞനായിട്ട് അവതരിച്ചു. അതാണ് സ്വയംഭുവനുവിന് ആകൂതി എന്ന പേരായ ഒരു പെങ്ങള്, ആകൂതിയെ രുചി എന്ന പേരായ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. രുചിയൊക്കെ ബ്രഹ്മാവിൻ്റെ മക്കളാണ്, മരീചി അത്രി മുതലായ പ്രജാതികളിട്ടതാ. ആ രുചി പ്രജാപതിയുടെ പുത്രനായിട്ട് ആകൂതിയിലൂടെ ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ആ അവതാരത്തിൽ ഭഗവാൻ തൻ്റെ പുത്രന്മാരായ യാമൻ മുതലായ ദേവന്മാരോടുകൂടി ചേർന്ന് ഇന്ദ്രനായി, ദേവേന്ദ്രപദം അലങ്കരിച്ചുകൊണ്ട് സ്വയംഭുവനന്തരത്തെ മുഴുവൻ സംരക്ഷിച്ചു എന്നാണ്. ഏഴാമത്തെ ഭഗവാന്റെ യജ്ഞാവതാരം. അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഉരുക്രമഃ ദർശയൻ പത്മധീരാണാം സർവാശ്രമ നമസ്കൃതം. എല്ലാ ആശ്രമികളും നമസ്കരിക്കുന്ന അവധൂത ആശ്രമത്തെ സ്വീകരിച്ചുകൊണ്ട് ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. എട്ടാമത്തെ ഭഗവാന്റെ അവതാരം ഋഷഭാവതാരം. അങ്ങനെയാണ് അവതരിച്ചത്? നാഭേഹേ മേരുദേവിയാം, നാഭി രാജാവിൻ്റെ പത്നിയായ മേരുദേവിയിലൂടെ ഭഗവാൻ അവതരിച്ചു. നാഭിയും മേരുദേവിയും പരമധർമ്മനിഷ്ഠന്മാരും വലിയ ഉത്തമ ഈശ്വര ഭക്തന്മാരുമായിരുന്നു. അവർക്ക് ഒരാഗ്രഹം ഉണ്ടായുള്ളൂ, യാഗം നടത്തുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. എന്താ? ഭഗവാനെ മാതിരി ഒരു മകനുണ്ടാവണം, ഒരു ഉണ്ണി ഉണ്ടാവണം എന്നായിരുന്നു. ആ ഭഗവാനെ മാതിരി ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്, ഭഗവാന്മാരില്ലാത്തത് കൊണ്ട്, ഭഗവാനല്ലേ, ഭഗവാൻ ഏകനാ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ വേറിട്ടിട്ട് ജഗത്തുമില്ല, ജഗത്തും ഭഗവാൻ. ആ ഭഗവാൻ സ്വയം അവരുടെ മകനായി അവതാരമെടുത്തു. അതാണ് ഋഷഭാവതാരം. ഋഷഭാവതാരത്തിൻ്റെ മഹിമെന്താ? സർവ ആശ്രമ നമസ്കൃതം. എല്ലാ ആശ്രമികളും, യഥാശ്രമി, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഈ നാലാശ്രമികൾക്കും ആരാധ്യമായിട്ടുള്ളതാണ് അവധൂത ധർമ്മം. ആ ധർമ്മത്തെ ലോകത്ത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു എന്നർത്ഥം. ഋഷിഭിര്യാജിതോ ഭേജേ നവമം പാർത്ഥിവം വപുഃ ദുഃഖേ മാമോഷധീ വിപ്രാഹ തേനായം സ ഉഷത്തമഃ. ഒമ്പതാമത്തെ ഭഗവാന്റെ അവതാരം പൃഥു അവതാരം. പാർത്ഥിവം വപു എന്ന് വെച്ചാൽ പൃഥു അവതാരം എന്നർത്ഥം. ഒമ്പതാമത് ഭഗവാൻ പൃഥു എന്ന പേരോടുകൂടി അവതാരമെടുത്തു. എന്തായതിന് കാരണം? ഋഷിഭിഹി യാജിതഃ, ഋഷീശ്വരന്മാരുടെ, സ്വന്തം മഹാത്മാക്കളുടെ പ്രാർത്ഥന കൊണ്ട് മനസ്സലിഞ്ഞിട്ടാണ്. എന്താ അവർ പ്രാർത്ഥിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ പിതാവായ വേനൻ മഹാദുഷ്ടനായിരുന്നു, മഹാനാസ്തികനായിരുന്നു. അംഗദേവന്റെ പിതാവായ അംഗന്റെ കാലം ഭരണം പിടിച്ചെടുത്ത അദ്ദേഹം ലോകത്തെ മുഴുവനും തെറ്റായ മാർഗത്തിൽ, അധർമ്മ മാർഗത്തിൽ സഞ്ചരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു, സജ്ജനങ്ങളൊക്കെ കഷ്ടപ്പെടാൻ തുടങ്ങി, അനേക തരത്തിലുള്ളതായ വിഷമങ്ങൾ നാട്ടിൽ അനുഭവപ്പെട്ടു. ആ സമയത്ത് മഹർഷിമാർ ഉപദേശം കൊടുത്തിട്ട് പോലും അവരുടെ ഉപദേശം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മഹർഷിമാരെ പോലും ധിക്കരിക്കാനും അവഹേളിക്കാനും പുറപ്പെട്ടു. ആ സമയത്ത് ആ മഹർഷിമാരൊക്കെ കൂട്ടപ്രാർത്ഥന ചെയ്തു ഭഗവാനോട്. ആ ശാപം കൊണ്ട്, മഹർഷിമാരവരുടെ തപശക്തി കൊണ്ട് ദുഷ്ടനായ വേനരാജാവിനെ ശപിച്ച് ഭസ്മാക്കി. പിന്നീട് ഒരു പുതിയ രാജാവുണ്ടായി. ലോകത്ത് ധർമ്മത്തെ പുനഃസ്ഥാപന ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ വേനൻ്റെ ശരീരത്തിൽ നിന്ന് കൈകളിലൂടെ കടഞ്ഞ സമയത്ത് പൃഥുവായിട്ട് അവതാരമെടുത്ത് ലോകത്ത് ധർമ്മത്തെ പ്രകാശിപ്പിച്ചു എന്നർത്ഥം. എന്നിട്ടോ ദുഗ്ധ ഓഷധീ വിപ്രാഹ, ജനങ്ങളുടെ ക്ഷേമത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും പശുരൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവിയിൽ നിന്ന് കറന്നെടുത്തു. അതുകൊണ്ട് തന്നെ ഈ അവതാരം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോധരി സംപ്ലവേ നാവ്യ ആരോപ്യ മഹീമയ്യാം അപാദ വൈവസ്വതം മനും. അടുത്ത ഭഗവാന്റെ അവതാരം വൈവസ്വത മനുവിന് ഭഗവാൻ പ്രളയത്തിൽ രക്ഷിച്ച് പ്രളയമൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൈക്കൊണ്ട മത്സ്യാവതാരമാണ്.
ചാക്ഷുഷോദ സംപ്ലവേ, ചാക്ഷുഷ മന്വന്തരത്തിൽ, ഈ മന്വന്തരത്തിന് മുമ്പുള്ളത്. ഇപ്പോഴത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരമാണ്. ഈ വൈവസ്വത മന്വന്തരത്തിലെ മനുവാണ് വൈവസ്വത മനു. ഈ വൈവസ്വത മനു ചാക്ഷുഷ മന്വന്തരത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം പ്രളയം കാണുന്ന ആഗ്രഹത്തോട് ഭഗവാനെ ഭജിച്ചു. സത്യവ്രതൻ എന്നാണ് അദ്ദേഹത്തിന് അന്നത്തെ പേര്. ഭഗവാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ ചാക്ഷുഷ മന്വന്തരത്തെ അവസാനത്തിൽ ഒരു പ്രളയം ഉണ്ടാക്കി. അല്ലെങ്കിൽ പ്രളയം ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ 1000 ചതുർയുഗം കഴിയുമ്പോഴാണ്. അങ്ങനെ ചാക്ഷുഷ മന്വന്തരത്തിന്റെ അവസാനത്തിൽ പ്രളയം ഉണ്ടായ സമയത്ത് ആ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ മത്സ്യാവതാരം കൈക്കൊണ്ടു. സുരാസുരാണാം ഉദധിം മധ്രതാം മന്ധരാജലം ദധ്രേ കമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭൂ. 10ാമത് മത്സ്യാവതാരം, 11ാമത് ഏകാദശം, 11ാമത് വിഭു. സർവസമർത്ഥനായ ഭഗവാൻ കൈക്കൊണ്ട അവതാരമാണ് കമഠരൂപം. കമഠജലോ കൂർമ്മ, ഭഗവാന്റെ കൂർമാവതാരം. എപ്പോൾ ഉണ്ടായത്? സുരാസുരാണാം, ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരാജലം, മന്ദരപർവ്വത്തെ കടകോലാക്കിക്കൊണ്ട് ഉദധിം മധ്രതാം, പാലാഴി കടയുന്ന സമയത്ത്. അപ്പോൾ പാലാഴി മഥനത്തിലൂടെ ഭഗവാൻ 3 അവതാരം കൈക്കൊണ്ടു. കൂർമാവതാരം, ധന്വന്തരി അവതാരം, മോഹിനി അവതാരം എന്നർത്ഥം. അപ്പോൾ ഇവിടെ പാലാഴി കടന്ന സമയത്ത് ആ കടഞ്ഞുകൊണ്ടിരിക്കുന്ന കടകോലാവുന്ന മന്ദരപർവ്വതം ആ വെള്ളത്തിൽ താണുപോയ സമയത്ത് ഭക്തന്മാരായ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ ഉടനെ ഒരു കൂർമ്മരൂപം സ്വീകരിച്ച് വെള്ളത്തിൽ താണു ചെന്ന് ആ മുതുകില് മന്ദരപർവ്വതത്തെ പാലാഴി കഴിയോളം പുറകിൽ മുതുകില് താങ്ങി നിർത്തി. അങ്ങനെ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ചു. അതാണ് ഭഗവാന്റെ കൂർമാവതാരം. 12 ധാന്വന്തരം ദ്വാദശമം ത്രയോദശമമേവജാം അപായൽ സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാം. 12ാമത്തെ അവതാരം ധന്വന്തരി അവതാരമാണ്. പാലാഴി മദനത്തിലാണത് ഉണ്ടായത്. പാലാഴി മദനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശുഭ്രവസ്ത്രധാരിയായി, ആയുർവേദ ആചാര്യനായി, ഒരു കൈ വെള്ളവസ്ത്രം ധരിച്ച് പൊന്നിൻ കിരീടമണി 4 കൈകളിൽ, ഒരു കയ്യിൽ ശംഖവും, ഒരു കയ്യിൽ ചക്രവും, ഒരു കയ്യിൽ അമൃതകലശവും, ഒരു കയ്യിൽ അട്ടയൊക്കെ ആയിട്ട് ഭഗവാൻ ധന്വന്തരി മൂർത്തിയായിട്ട് ആ പാലാഴിയിൽ നിന്ന് പൊന്തി വന്നു. ആ പാലാഴിയിൽ നിന്ന് പൊന്തി വന്ന അമൃതത്തെ ദേവന്മാർക്ക് കൊടുക്കാതെ അസുരന്മാർ അപഹരിച്ചു കൊണ്ടുപോയ സമയത്ത് ദേവന്മാരായ ഭക്തന്മാരുടെ സങ്കടം തീർക്കാൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ച അവതാരമാണ് 13ാമത്തെ അവതാരം, മോഹിനി അവതാരം. ചതുർദശം നാരസിംഹം ബിഭ്രത് ദൈത്യേന്ദ്രമൂർജിതം ദദാര കരജൈർവക്ഷസി ഏരകാം കടകൃത്യഥാം. 14ാമത്തെ അവതാരം നരസിംഹമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ അവതാരം, നരസിംഹാവതാരം. എന്തിനാണത്? ദൈത്യേന്ദ്രം ഊർജിതം, മഹാശക്തനായ അസുരാധിപതിയായ ഹിരണ്യകശിപുവിനെ ദ്രോഹം സഹിക്കവയ്യാതെ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ നരസിംഹാവതാരമെടുത്ത് എന്ത് ചെയ്തു? ഈ പുല്ലുണ്ടാക്കണ പായ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കണ മാതിരി ഭഗവാൻ തൻ്റെ കൈ നഖങ്ങളെ കൊണ്ട് ആ മാറ് പിളർന്ന് ഹിരണ്യകശിപുവിനെ വധിച്ച് ഭക്തനായ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. അപ്പോൾ പ്രഹ്ലാദ അനുഗ്രഹത്തിന് വേണ്ടി ഭഗവാൻ കൈക്കൊണ്ട നരസിംഹാവതാരം 14ാമത്തെ അവതാരം. 15 വാമനകം കൃത്വാഗാധധ്വരം ബലേഹേ പദത്രയം വ്യാജമാനഃ പ്രത്യാദിൽ സുത്രിവിഷ്ടവം. 15 15ാമത്തെ അവതാരം വാമനകം, വാമനാവതാരമാണെന്നർത്ഥം. അതിനത് മഹാബലി 3 ലോകം അടക്കി വെച്ച് ഭരിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. ദേവേന്ദ്രനെ ഭഗവാൻ, പുരന്തരനായിരുന്നു മഹാബലിയുടെ കാലത്ത് ദേവേന്ദ്രൻ സ്വർഗലോകം ഭരിച്ചിരുന്നത്. ഒരു ഇന്ദ്രൻ്റെ കാലാവധി ഒരു മന്വന്തര കാലമാണ്. ഒരാൾ ഇന്ദ്രനാവണത് അത്രയധികം പുണ്യമുള്ളത് കൊണ്ടാണ്. 100 യാഗത്തിൻ്റെ പുണ്യം ഉണ്ടെങ്കിലാണ് ദേവേന്ദ്രനാവാൻ പറ്റുക. അപ്പോൾ അത്രയും പുണ്യം കൊണ്ട് ഒരു മന്വന്തരകാലം ഇന്ദ്രനായിരിക്കാൻ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ആ പുരന്തരൻ്റെ എന്താ പറയുക, ടേം കഴിയുന്നതിന് മുമ്പ് മഹാബലി അവിടെ ഇടിച്ചു കയറി അതിനെ ഭ്രഷ്ടനാക്കിയിട്ട് സ്വയം ആ സംഹാരത്തിൽ കയറിയിരുന്നു. അപ്പോൾ ഭഗവാന്റെ അധികാരത്തിൽ കൈകടത്തി നടത്തും. അതല്ലേ മഹാബലി യാഗം നടത്തിയിട്ടുണ്ടെങ്കിൽ മഹാബലിക്കും കാത്തിരിക്കാം, ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വേക്കൻസി വരണം, അതെ, അവിടെ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാൻ ഇരുത്തിയ ഒരാളുടെ കാലാവധി കഴിയുന്ന മുമ്പ് മഹാബലി ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ വാമനാവതാരം കൈക്കൊണ്ടു.
അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് അവതാരമെടുത്ത് ദേവേന്ദ്രന്റെ ആ ത്രൈലോക്യം മഹാബലിയിൽ നിന്ന് വീണ്ടും കൊടുക്കണം. ഇവിടെ ഭഗവാൻ യുദ്ധത്തിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാഗശാലയിൽ അധ്വരം, ബലേഹ അധ്വരം, മഹാബലി നടത്തിക്കൊണ്ടിരുന്ന യാഗശാലയിൽ ഒരു കൊച്ചുകുട്ടിയായിട്ട് പോയി പദത്രയം യാജമാനഹ, 3 അടി ഭൂമി യാചിക്ക എന്ന മട്ടിൽ ചെന്ന് മഹാബലിയിൽ നിന്ന് ഈ 3 ലോകത്തെയും അളന്നെടുത്ത് ഇന്ദ്രന് കൊടുക്കുകയും മഹാബലിയുടെ അഭിമാനത്തെ തീർത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. അതാണ് ഭഗവാന്റെ 15ാമത്തെ അവതാരം. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വക്കുപിത നിക്ഷത്രാമകരോന്മഹീം. 16ാമത്തത് ഭഗവാന്റെ പരശുരാമാവതാരമാണ്. രാജാക്കന്മാരൊക്കെ ധർമ്മത്തെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരൊക്കെ ധർമ്മത്തെയും ധർമ്മത്തെ നിലനിർത്തുന്ന ബ്രാഹ്മണരെയും സജ്ജനങ്ങളെയൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ഭൂമിയിൽ ദുഷ്ടക്ഷത്രിയന്മാരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി പരശുരാമൻ ബ്രഹ്മജഗ്നിയുടെയും രേണുകയുടെയും പുത്രരൂപേണ അവതാരമെടുത്ത് ഭൂമിയിൽ 21 പ്രാവശ്യം ദുഷ്ടക്ഷത്രിയന്മാരെ സംഹരിച്ചു. അങ്ങനെ ഭൂമിയിൽ ദുഷ്ടക്ഷത്രിയന്മാരെ ഇല്ലാണ്ടാക്കി, നല്ലവരെ ഉണ്ടാക്കി കേട്ടോ. ദശരഥനൊക്കെ ആ കാലത്തിലുള്ള ദശരഥനൊന്നും മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ദുഷ്ടശക്തിയെ ഇല്ലാണ്ടാക്കൽ ഭഗവാന്റെ ധർമ്മമാണ്, ധർമ്മത്തെ സംരക്ഷിക്കൽ. അതാണ് ഭഗവാന്റെ പരശുരാമാവതാരത്തിൻ്റെ ഉദ്ദേശം. തതസപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖ ദൃഷ്ട്വാ പുംസോൽപമേധസഃ. 17ാമത്തെ ഭഗവാന്റെ അവതാരം വ്യാസ അവതാരമാണ്, വേദവ്യാസ അവതാരം. പരാശര മഹർഷിയുടെയും സത്യവതിദേവിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു. എന്തായിരുന്നു ഈ ഭഗവാന്റെ അവതാരത്തിൽ പ്രധാന ഉദ്ദേശം? നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ എന്നാണ്. ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള ത്രികാലജ്ഞാനിയായിരുന്നു വ്യാസർഷി. വരാൻ പോകുന്ന കലികാലമാണെന്നും ദ്വാപരയുഗത്തിലാണല്ലോ ഭഗവാന്റെ അവതാരം വ്യാസനായിട്ട്. കലികാലത്തെ ജനങ്ങൾ പൊതുവേ മന്ദബുദ്ധികളായിരിക്കും, അല്പബുദ്ധികളായിരിക്കും, അതുപോലെ തമോ ഗുണം അധികമുള്ളവരായിരിക്കും, ഓർമ്മശക്തിയില്ലാത്തവരായിരിക്കും, അവർക്ക് ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കൊക്കെ ഈ ധർമ്മത്തെ അറിയാൻ വേണ്ടി ഈ വേദങ്ങളെയൊക്കെ രസിക്കാനും അതിനൊക്കെ പ്രചരിപ്പിക്കാനും വേണ്ടി ഭഗവാൻ വേദവ്യാസനായിട്ട് അവതരിച്ച് വേദമാകുന്ന വൃക്ഷത്തിന് ശാഖകളെ കൽപ്പിച്ചു എന്നാണ്. ഇതിൽ വേദങ്ങളെ ശാഖോപശാഖകളാക്കി ശിഷ്യപ്രശിഷ്യ പരമ്പരയാ ലോകത്ത് പ്രചരിപ്പിച്ചു. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഒക്കെ എഴുതി ലോകത്തിന് ധർമ്മബോധമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സാധാരണക്കാർക്ക് പോലും ഈ ഈശ്വരപ്രാപ്തിക്കുള്ള അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. 18ാമത് ഭഗവാന്റെ അവതാരം നരദേവത്വമാപന്നഃ സുരകാര്യചികീർഷയ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപ്പരം. 18ാമത്തെ ഭഗവാന്റെ അവതാരം ശ്രീരാമ അവതാരമാണ്. അവിടെ ഭഗവാൻ എന്ത് ചെയ്തു? സുരകാര്യചികീർഷയ, ദേവകാര്യം സാധിക്കാൻ വേണ്ടി ദേവന്മാർക്ക് രാക്ഷസന്മാർ നിമിത്തം ദ്രോഹങ്ങളുണ്ടായി. ദേവന്മാർക്ക് മാത്രമല്ല ധാരാളം തപസ്സികളായിരുന്ന ഋഷിമീശ്വരന്മാർക്കൊക്കെ ഈ രാക്ഷസന്മാരെ കൊണ്ട് ഉപദ്രവമുണ്ടായ സമയത്ത് ദേവലോകത്തെയും ഭൂലോകത്തെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ധർമ്മസംരക്ഷകനായി. ധർമ്മത്തെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയന്റെ കടമയാണ്. അതുകൊണ്ട് ക്ഷത്രിയ കുലത്തിൽ ദശരഥന്റെ കൗസല്യയുടെയും പുത്രരൂപേണ ഭഗവാൻ അവതാരമെടുത്തു. അവതാരത്തിന് സമുദ്രനിഗ്രഹാദീനി, സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത അത്ഭുത കാര്യങ്ങൾ ചെയ്തു. പുഴയിലൊരു പാലം കെട്ടാം, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? എന്നാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട് ഗംഗാനദിയിൽ പാലം കെട്ടാൻ. എന്നാൽ സമുദ്രത്തിൽ പാലം കെട്ടല്ലോ, സാധ്യമായിട്ട കാര്യമല്ലേ? അതാണ് സമുദ്രനിഗ്രഹാദീനി, സമുദ്രത്തിൽ പാലം കെട്ടി. സേതുബന്ധനം മുതലായ മഹാപരാക്രമം കൊണ്ട് മാത്രം സാധിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് രാവണാദി രാക്ഷസന്മാരെയൊക്കെ അനുഗ്രഹിച്ച് ഭൂലോകത്തെയും ദേവലോകത്തെയും ഒക്കെ അനുഗ്രഹിച്ചു. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാനഹരദ്ഭരം. 19ാമത്തെ ഭഗവാന്റെ അവതാരം ബലരാമനായിട്ടും 20ാമത്തെ ശ്രീകൃഷ്ണനായിട്ടും ഒരുമിച്ചാണ് അവതരിച്ചത്. അപ്പോൾ പറയുമ്പോൾ 19ഉം 20ഉം രാമകൃഷ്ണന്മാരാ. അങ്ങനെ ഭഗവാൻ വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നു. ഭഗവാൻ വൃഷ്ണിവംശ തിലകമായി ഭഗവാൻ അവതാരമെടുത്തു ഒരേ വംശത്തിൽ. അതിനുശേഷം ഭൂമിക്ക് ഭാരഭൂതന്മാരായിട്ടുള്ളതായ ദുഷ്ടന്മാരെയൊക്കെ സംഹരിച്ച് ഭൂമിയെ രക്ഷിച്ചു. മാത്രമല്ല
അതിനേക്കാളും പ്രധാനം ഭക്തന്മാർക്ക് കീർത്തിക്കാൻ, സ്മരിക്കാൻ അനേകമനേകം അത്ഭുത ലീലകളെ ചെയ്തു എന്നുള്ളതാണ് ഭഗവാന്റെ ഈ കൃഷ്ണാവതാരത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട കാര്യം. അനുഗ്രഹായ ഭൂതാനം മാനുഷം ദേഹമാശ്രിത യാ ശുത്വ തൽപരോ രാജൻ എന്നാണ്. എല്ലാ ജീവജാലങ്ങളെയും പ്രത്യേകിച്ച് മനുഷ്യരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരൂപമെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത്. അവിടുത്തെ ആ ലീലകളെ കേട്ടാൽ നമ്മളൊക്കെ ഭഗവത് ഭക്തന്മാരായിട്ട് ആ ഭഗവത് സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് മുക്തന്മാരായി തീരും. അതിനുവേണ്ടി ഭഗവാൻ കൃഷ്ണാവതാരവും ബലരാമാവതാരവും കൈക്കൊണ്ടു. പിന്നീട് അപ്പം അത്രയല്ലേ ആയിട്ടുള്ളൂ കാലം. ഇപ്പോൾ കലികാലത്തിൽ അവതാരം ആയിട്ടില്ലല്ലോ. ആ സമയത്ത് പറയണു ഇനി കലികാലത്തിലുണ്ടാവുന്ന അവതാരം. തദക്കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാമന അജനസുത കീകടേഷു ഭവിഷ്യതി. ഇനി കലികാലം അങ്ങനെ വളർന്ന സമയത്ത് കലികാലത്തിൽ ഭഗവാൻ 21ാമത് ബുദ്ധനായിട്ട് അവതരിക്കും. കപിലവസ്തുവില് കീകട രാജ്യങ്ങൾ കപിലവസ്തു എന്ന സ്ഥലത്ത് അജനന്റെ പുത്രനായിട്ട് ബുദ്ധൻ എന്ന പേരോട് അവതരിക്കും. എന്താ അവിടുന്ന് ചെയ്യുക? ദേവന്മാരെ ശത്രുക്കളായ ആ അസുരധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരെ തൻ്റെ ഉപദേശം കൊണ്ട് മോഹിപ്പിക്കും എന്നർത്ഥം. ആൾക്കാരെ യാഗയജ്ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വേദത്തിൻ്റെ അർത്ഥത്തെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് ഹിംസ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത് ബുദ്ധഭഗവാൻ അവതരിച്ചുവല്ലോ. ബുദ്ധൻ്റെ അവതാരം കഴിഞ്ഞു, ഇപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ അവരൊക്കെ നിന്ദതി ഹിംസവിധേ, വേദത്തിൻ്റെ താല്പര്യം ഹിംസയല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ അതിന്ന് പിന്തിരിപ്പിച്ചു. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസ നാമനാ കൽക്കിർജകൽപതി. 22ാമത് ഭഗവാന്റെ കൽക്കി അവതാരം. അത് കലിയുഗത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അത് സംഭവിച്ചിട്ടില്ല. എന്താ കാരണം? കൽക്കിയായിട്ട് ഭഗവാന്റെ അവതാരം ഉണ്ടായാൽ അതോടെ കലികാലം കഴിഞ്ഞ് കൃതയുഗം ആരംഭിക്കും, സത്യയുഗം ആരംഭിക്കും. അതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ രാജാക്കന്മാർ, ഭരണാധികാരികളൊക്കെ അതിദുഷ്ടന്മാരായി തീരും. പ്രജകളെയൊക്കെ ഹിംസിക്കും, കള്ളന്മാരെ മാറിയും ഒക്കെ തട്ടിപ്പറിച്ച് രാജപരിപാലനം നടത്തുന്ന അവരെ ദുഷ്ടന്മാരിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായിട്ട് കൽക്കി എന്ന പേരോടുകൂടി ഭഗവാൻ അവതാരമെടുത്ത് ലോകത്ത് ദുഷ്ടശക്തികളൊക്കെ നശിപ്പിച്ച് തൻ്റെ സാന്നിധ്യം കൊണ്ടും ഉപദേശം കൊണ്ടും ജനങ്ങളൊക്കെ നല്ലവരാക്കി സത്യയുഗത്തെ പുനഃസ്ഥാപന ചെയ്യും. ഇനി ഭഗവാന്റെ വേറെ അവതാരങ്ങളുണ്ട്. അവതാരത്തിന് കണക്കൊന്നുമില്ല. ഹംസാവതാരം മുതലായ അവതാരങ്ങളൊക്കെ പറയാം, ഹയഗ്രീവാവതാരം. അപ്പോൾ ചോദിക്കും, നോക്കൂ, ആദ്യം തന്നെ പറഞ്ഞു അവതാരത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അവതാരത്തിൻ്റെ അടിസ്ഥാനം വിരാട് പുരുഷനാണ്, ആദിനാരായണമൂർത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആ പരമാത്മ 16 കലകളോടുകൂടി ഈ 14 ലോകാകാരേണ വിളങ്ങുന്നതാണ് ഭഗവാന്റെ ആദ്യ അവതാരം. അതിൽ നിന്നാണ് പിറ്റുള്ള അവതാരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിൽ നിന്നിപ്പോൾ എത്രയാ? ഈ കാണുന്ന ജഗത്തിലുള്ള ഓരോ വസ്തുവും ഭഗവാന്റെ സ്വരൂപമാണ്, ഭഗവാന്റെ അവതാരമാണ്. ഇത്രയേ ഉള്ളൂ ഭഗവാന്റെ അവതാരം. ഇവിടെ നമുക്ക് ഉപാസിക്കാൻ സൗകര്യത്തിന് വേണ്ടി 22 എണ്ണത്തിനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത്ര അവതാരമുള്ളൂ ഭഗവാന്. 22 എണ്ണം കേട്ടപ്പോൾ ചില ആൾക്കാർ പറയും 22 ഉണ്ടോ? ഞങ്ങളൊക്കെ ദശാവതാരമാണല്ലോ. ഈ അമ്പലങ്ങളിലൊക്കെ ദശാവതാര ചാർത്തുണ്ട്. അപ്പോൾ ആൾക്കാർ തൊഴാൻ പോകും ചില മാസങ്ങളിൽ. അപ്പോൾ ഈ 10 അവതാരമുള്ളൂ ഭഗവാൻ. 10 രൂപത്തിലേ വന്നിട്ടുള്ളൂ. ഇനി 11ാമതൊരു സ്കോപ്പേ ഇല്ല ഭഗവാൻ എന്ന ആൾക്കാരുടെ വിചാരം. അങ്ങനെയല്ല. അടുത്ത ശ്ലോകം നോക്കൂ. 22 എണ്ണം ഇവിടെ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഹയഗ്രീവൻ്റെയും ഹംസത്തെയും കൂട്ടിക്കഴിഞ്ഞാൽ 24ആയി ചില ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ അവതാരങ്ങൾക്ക് കണക്കില്ല എന്നാണ് പറയുന്നത്. അവതാരാഹി അസംഖ്യേയ ഹരേഹ സത്വനിധേർദ്വിജാഹാം യഥാവിദാസിന കുല്യാ സരസസ്യു സഹസ്രശഃ. അവതാരങ്ങൾക്ക് കണക്കില്ല, സംഖ്യയില്ലാതോളം അവതാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. സത്വനിധേർദ്വിജാഹ, അല്ലയോ ബ്രാഹ്മണരെ, സത്വഗുണമൂർത്തിയായ ഭഗവാൻ ശ്രീഹരിയുടെ അവതാരങ്ങൾക്ക് കയ്യും കണക്കുമില്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആവില്ല എന്നർത്ഥം. ഇവിടുത്തെ ഒരു മണൽത്തരിയും ഒരു പുൽക്കൊടി പോലും ഭഗവാന് വേറിട്ട് ഇവിടെ യാതൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നർത്ഥം. എങ്ങനെയാണ്? വറ്റാത്ത ഉറവുള്ള വലിയൊരു തടാകം. ആ തടാകത്തുനിന്ന് നാലാഭാഗത്തേക്ക് ചെറിയ ചെറിയ തോടുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുപോലെയാണ് ആ സത്വഗുണമൂർത്തിയായ മഹാപ്രഭു ശ്രീഹരിയിൽ നിന്ന് ഓരോരോ കാലദേശങ്ങളിൽ ഭക്താനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അനേകം അവതാരങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സംഖ്യ നിർണ്ണയിക്കാൻ ആവില്ല എന്നർത്ഥം.
അത് ഉദാഹരണം പറയേനി. അത് ആരൊക്കെ പെടുത്താം? ആരെയും പെടുത്താം, എല്ലാവരെയും പെടുത്താം. ഋഷയോ മനവോ ദേവാഹ മനുപുത്ര മഹൗജസഃ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്ഥത. പറയണു സപ്രജാപതയ, പ്രജാപതികളൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. ഋഷയ, എല്ലാ ഋഷിമാരും ഭഗവാന്റെ അവതാരങ്ങളാണ്. മനവഹ, മനുക്കള് തന്നെ 14 പേര്. ഋഷികൾ എത്രയാന്ന് കണക്കാക്കാൻ പറ്റില്ല അല്ലേ? ദേവാഹ, ദേവന്മാര് 33 കോടി ദേവന്മാരുണ്ടെങ്കിൽ അവരൊക്കെ ഭഗവാന്റെ അവതാരങ്ങളല്ലേ. മഹൗജസഹ, മഹാപരാക്രമശാലികളായ മനു, സ്വയംഭുവനു. മനു 14 മനുക്കളുണ്ട്. അവരെ പുത്രന്മാര് മനുപുത്രാഹ, മനുപുത്രന്മാര് സർവേ. ഇത്ര കുറച്ചെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവരെല്ലാവരും ഹരേഹ അവതാര, ഹരിയുടെ അവതാരങ്ങളാ. പക്ഷേ അംശകല, ചില അംശം ചില കല, അത്രയേ ഉള്ളൂ. ഏതേത അംശകലാപുംസഃ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരിവ്യാകുലം ലോകം മൃടയന്തി യുഗേ യുഗേ. ഇതെല്ലാം ആ പരമപൂർണനായ പരമപുരുഷന്റെ അംശങ്ങളോ കലകളോ ആയ അവതാരങ്ങളാണ്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ശ്രീകൃഷ്ണൻ പരിപൂർണമായ പരബ്രഹ്മം തന്നെ. കൃഷ്ണനെ ഒരു അവതാരമായിട്ടല്ല കാണുന്നത്. കൃഷ്ണൻ, ഭഗവാൻ സ്വയം കൃഷ്ണനായിട്ട് വന്നിരിക്കുക. ഗീതാ ഗോവിന്ദത്തില് അദ്ദേഹം പറയണെന്താ? മറ്റവതാരങ്ങളൊക്കെ എടുത്ത ലീലയാടിയ ആ ആളാണ് ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ അവതാരമല്ല, കൃഷ്ണനാണ് മറ്റുള്ള എല്ലാ അവതാരങ്ങളും എടുത്ത് ദശാവതാരങ്ങളെടുത്ത് ലീലയാടിയത്. ഇപ്പം ഇവിടെ കൃഷ്ണൻ ഭഗവാൻ സ്വയം തന്നെ എന്ന് പറയുന്നത് അർത്ഥം ഓരോ അവതാരങ്ങളിൽ ആ ഈശ്വരൻ്റെ ജ്ഞാനം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ കുറേശ്ശെ പ്രകാശിച്ചിട്ടുണ്ടാവും. പരിപൂർണമായി ഈശ്വരീയ ഗുണങ്ങളെ പൂർണ്ണമായും പ്രകടമാക്കിയ ഉൾക്കൊണ്ട ഒരു അവതാരമാണ് കൃഷ്ണാവതാരം. കൃഷ്ണാവതാരം നമ്മൾ പൊതുവെ പറയാം, പക്ഷെ കൃഷ്ണൻ സാക്ഷാൽ പരിപൂർണ പരമാത്മ തന്നെ എന്നർത്ഥം. ഇങ്ങനെയുള്ള ഭഗവാൻ ഓരോ യുഗങ്ങൾ തോറും അല്ലെങ്കിൽ അവസരമുള്ളപ്പൊക്കെ ഭഗവാൻ അവതാരമെടുക്കുക, ആവശ്യം വരുമ്പോഴൊക്കെ. എന്നിട്ടോ ദുഷ്ടശത്രുക്കളെ ഇല്ലാണ്ടാക്കും, ലോകക്ഷേമത്തെ വീണ്ടും വീണ്ടും ഭഗവാൻ സ്ഥാപിക്കും. ഇനി ഈ അവതാരങ്ങളെ പറയണോടുള്ള ഗുണം എന്താ? ജന്മഗുഹ്യം ഭഗവതഃ യ ഏതൽ പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാത് വിമുച്യതേ. ഭഗവതഃ ജന്മ ഗുഹ്യം. നമ്മുടെ ജന്മം പോലെയാണോ ഭഗവാന്റെ ജന്മം? ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞ അവതാരമാണ്. നമ്മുടെ ജന്മം എന്താ ചെയ്യുക? നിവൃത്തിയില്ലാതെ ജനിച്ചിപ്പോൾ കഷ്ടപ്പെടണ കണ്ടില്ലേ അല്ലേ? പല അനുഭവങ്ങൾ അനുഭവിക്കുക. സ്വാതന്ത്ര്യമില്ലേ നമുക്ക്? ഉണ്ടോ? ഭഗവാൻ സ്വതന്ത്രനായിട്ട് പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായ എന്ന ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ സ്വന്തം ശക്തിയെ, പ്രകൃതിയെ, മായയെ തൻ്റെ സ്വാധീനത്തിൽ വെച്ചുകൊണ്ട് ഇഷ്ടം പോലെ, സ്വേച്ഛ പോലെ ഒരു രൂപമെടുത്ത് ഈശ്വര ലോകാനുഗ്രഹത്തിന് വേണ്ടി വരിക. ആ ഭഗവാൻ അവിടെയും പരിപൂർണനാണ്. ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. ഭഗവാൻ മായയ്ക്ക് ഉടമയാണ്, മായയുടെ സ്വാമിയാണ്, യജമാനാണ്. ജീവനോ ഈ മായയുടെ പിടിയിൽപ്പെട്ട് മായയ്ക്ക് അടിമയായി ഈ ദേഹേന്ദ്രിയാദി മനോബുദ്ധിയാദികളൊക്കെ അഭിമാനം വെച്ചുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ ജന്മമരണങ്ങളിൽപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മായയുടെ അടിമയായിട്ടിരിക്കുന്നു അർത്ഥം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ ഗീതോപദേശത്തിൽ പറയും, അർജുന, നിനക്കും എനിക്ക് എത്രയോ ജന്മങ്ങൾ ഇതിനു മുമ്പുണ്ടായെന്നറിയാം നിനക്ക്? എനിക്കതൊക്കെ നിശ്ചയമുണ്ട്. നിൻ്റെയും എൻ്റെയും. എൻ്റെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ അവതാരങ്ങൾ, അർജുനൻ്റെ എന്ന് പറഞ്ഞല്ലോ ജീവൻ ഈ അജ്ഞാനം കൊണ്ട് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി എടുത്ത ജന്മങ്ങൾ. പക്ഷേ എനിക്കതൊക്കെ അറിയാം, നിനക്കിതൊന്നും അറിയില്ല. അത് നമ്മൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജീവന് ഈ ജന്മത്തെ കാര്യങ്ങൾ തന്നെ ഓർമ്മയില്ല, പിന്നെ വേണ്ട പൂർവ്വജന്മ കാര്യങ്ങൾ. ഈശ്വരനോ എല്ലാ അവതാരങ്ങളുടെയും ഏത് അവതാരം എടുക്കുമ്പോഴും ഭഗവാൻ പരിപൂർണ സ്വതന്ത്രനും ജ്ഞാനസ്വരൂപനുമാണ്. അതുകൊണ്ട് ഭഗവാന്റെ അറിവിന് മറവില്ല, മുറിവില്ല. ഇതാണ് ഭഗവാനും ജീവൻ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പറയണു, ഭഗവാന്റെ ഈ അവതാരം അത്യന്തം രഹസ്യമായിട്ടുള്ള ഗുഹ്യം. ജന്മകർമ്മജമേ ദിവ്യം എന്നാണ് ഗീതോപദേശത്തിൽ ഭഗവാൻ പറയാം. ദിവ്യം ചില അലൗകികം എന്നർത്ഥം. നമ്മുടെയൊക്കെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതല്ലേ? അജ്ഞാനത്താലും കർമ്മവാസനകളാലും നമ്മൾ ജനിച്ചു. ഭഗവാൻ അങ്ങനെയല്ല, നിത്യസ്വതന്ത്രനാണ്. ഭഗവാന് ഒരു കർത്തവ്യമില്ല, ഭഗവാന് ഒന്നിനോടും ബന്ധമില്ല, എപ്പോഴും സ്വതന്ത്രനാണ്. അതാണ്
ഭഗവാന്റെ ദിവ്യമാണ്. ജന്മകർമ്മരമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്വാ ദേഹം പുനർജന്മന ഏതി മാം ഏതി സോർജുന എന്ന ഭഗവാന്റെ പ്രതിജ്ഞ. അങ്ങനെയുള്ള എൻ്റെ ദിവ്യമായ ഈ അവതാരങ്ങളെ കേൾക്കുകയും പാടുകയും കൊണ്ടാടുകയും ഒക്കെ ചെയ്താൽ അവന് ഈ ശരീരം വിട്ടാൽ പിന്നെ ജന്മെടുക്കണ്ട, അവൻ എന്നോട് ചേരും, മുക്തനാകുന്ന. അതുകൊണ്ട് ഇവിടെ പറയണു, ആരാണോ നരഹ ഏത് മനുഷ്യനാണോ ഭഗവാന്റെ രഹസ്യമായിട്ടുള്ളതായ ദിവ്യമായിട്ടുള്ളതായ ഈ അവതാരങ്ങളെ സായം വൈകുന്നേരം പ്രാതഃ രാവിലെ ഭക്തിയോടുകൂടി പാടുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, അവരൊക്കെ പരിശുദ്ധരായിട്ട് എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധി നേടിയിട്ട് എല്ലാ ദുഃഖങ്ങളും ഇല്ലാണ്ടായിട്ട് ദുഃഖഗ്രാമാദ്വീച്ചതേ സംസാരബന്ധത്തിൽ നിന്നും സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തരായിത്തീരും. അപ്പം രാവിലെയും വൈകുന്നേരവും ഈശ്വരനെയും ഈശ്വരൻ്റെ അവതാരങ്ങളെയും കേൾക്കുന്നതും സ്മരിക്കുന്നത് തന്നെ സർവ്വപാപനാശകവും സർവ്വ ദുഃഖനാശകവും ആവുന്നു ചുരുക്കം. കാരണം ഈ അവതാരങ്ങളൊക്കെ കീർത്തിക്കുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമല്ലോ. എന്ത്? ഈ അവതാരത്തിൻ്റെ അടിസ്ഥാനം വിരാട് പുരുഷനാണ്. ആ വിരാട് പുരുഷനാണ് ഈ കാണുന്ന സമസ്ത ചരാചരങ്ങളും. ഭഗവാൻ എന്ന് വേറിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന അടിസ്ഥാന തത്വം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിന്നെ ആ ഭഗവാൻ ഓരോരോ കാലദേശങ്ങളിൽ ഭക്താനുഗ്രഹത്തിന് വേണ്ടി സ്വീകരിച്ച ദിവ്യ അവതാരങ്ങളെ നമ്മൾ സ്മരിക്കുക. ഇനി കുറച്ച് തത്വരഹസ്യങ്ങളെക്കുറിച്ചാണ് 2-3 ശ്ലോകങ്ങൾ പറയുന്നത്. എങ്ങനെ ഭഗവാൻ ഈ അവതാരം എടുക്കണു, അതെങ്ങനെ ജീവന് സംസാരമോചനത്തിന് കാരണമാകുന്നു, കുറച്ച് രസകരമായ ചിന്തയ്ക്ക് വിഷയമായിട്ടുള്ള വിഷയങ്ങളാണ് നാളെ കാണാം. ഓം നമോ നാരായണായ. 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 ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്.